8.5 ചാക്ക് കുഴൽപ്പണമാണ് കൊടകരയിൽ. 8.5 ചാക്ക്. അത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ച് FIR ED കൊടുത്തിട്ട് 3 കൊല്ലവും 3 മാസമായി. 3 കൊല്ലവും 3 മാസമായി. ED കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കാനേ താല്പര്യമുള്ളൂ. കാമുകിയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. ED കത്തെഴുതി വിളിക്കുകയാണ്, വരൂ പ്രിയ പാർക്കിൽ പോകാം. RSSകാരനെ വിളിക്കാൻ എന്താ ധൈര്യമില്ലേ? ഞങ്ങൾ വിളിച്ചോടത്തൊക്കെ വന്നു. ഞങ്ങൾ 9-10 പ്രാവശ്യം ഞങ്ങളുടെ ജില്ലയിലെ നേതാക്കന്മാരൊക്കെ പോയി. MM വർഗീസ് ജില്ലാ സെക്രട്ടറി 6 പ്രാവശ്യം പോയി. വർഗീസ് DC ആഫീസിൽ ഇറങ്ങുമ്പോൾ ഏഷ്യാനെറ്റ് MM വർഗീസിന്റെ മുഖം വാടിയിരിക്കുകയാണ്. ED വിളിച്ചോടത്ത് പോകണമോ പോകണ്ടയോ എന്ന് മാനസിക സംഘർഷമാണ് കാരണം. ഇപ്പോൾ ഇറങ്ങും. അപ്പോൾ ഷാനി പ്രഭാകർ, നോക്കൂ, നിങ്ങളെ അത് കൃത്യമായി സംസാരിക്കും. മുഖം വാടിയതാണോ ചിരിക്കുന്നതാണോ എന്ന് പറയണം. അപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് അവതാരിക, വാടിയതാണ് ഷുവർ. ഇവിടെ നിന്ന് ഇറങ്ങി കാറി കയറി അവിടെ നടന്നു. ഏഷ്യാനെറ്റ് പുറകിൽ, എല്ലാ പത്രക്കാരും പുറകിൽ. അങ്ങനെ ലൈവ് പ്രോഗ്രാം. അങ്ങനെ EDയുടെ ഓഫീസിലെത്തി. ഏതാ MM വർഗീസ് ഇറങ്ങുന്നു. ED ഓഫീസിൽ കയറുന്നു. കടുത്ത പ്രഹരമുണ്ടാകുമെന്ന് തോന്നുന്നു. വർഗീസ് ആശങ്കയിലാണ്. ഒരു 7 മണിയാകുമ്പോൾ പുറത്തിറങ്ങി. അപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ വാടിക്കരിഞ്ഞ മുഖം, ഭക്ഷണം കഴിക്കാത്ത ശരീരം, കടുത്ത പ്രയോഗം നടന്നുവെന്നാണ് തോന്നുന്നത്. ചോദ്യം ചെയ്യലിൽ വർഗീസ് വാടി വളർന്നു. വർഗീസിനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായി? കാലത്ത് ചെല്ലുമ്പോൾ 10 മണിക്ക് ചെല്ലുമ്പോൾ ചായ കുടിച്ചവരോട് ചോദിക്കും. അപ്പോൾ ഇല്ല, എന്നാൽ പോയി കുടിച്ചിട്ട് വന്നോളാൻ പറയും. ഞാൻ കുടിക്ക് ഒരു 12 മണിക്ക് ചെല്ലും. അപ്പോൾ പേരും അഡ്രസ്സും തന്നോളൂ എന്ന് പറയും. പേര് അഡ്രസ്സ് 3 പ്രാവശ്യം കൊടുത്താണ് വീണ്ടും കൊടുക്കും. അത് 1 മണിയാകുമ്പോൾ പറയും, ഊണ് കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രമല്ല ചോറ് എവിടെയുള്ളൂ, പുറത്ത് പോയി കഴിച്ചോളാൻ പറയും. അത് 1 മണി കഴിഞ്ഞ് 2 മണി കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിച്ചോളാൻ പറയും. 4 മണിക്ക് എണീക്കുമ്പോൾ പറയും, ഒന്നും കൂടി പോയി ഒരു മസാല ദോശയോ ചായ കുടിച്ചോളാൻ പറയും. അത് കഴിക്കും. 7 മണിയാകുമ്പോൾ പൊക്കോളാൻ പറയും. EDക്ക് അറിയാമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരനെ വിളിക്കുന്നത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കാനാണ്. പോയി കൊച്ചിന് പോയി ഒരു ഉമ്മയും കൊടുത്തു. വാട്സപ്പ് ഗ്രൂപ്പിൽ RSS കുട്ടികൾക്ക് പോലും എന്തൊരു ഇഷ്ടമാണ് മോഡിയെ. എങ്ങനെ? കട്ടിയുള്ള രോമം കുഞ്ഞിന്റെ മൃദുലമായ കവിളിൽ കിടന്ന് ഒരഞ്ഞാ പിന്നെ കുട്ടി നിറവിളിക്കണോ ചിരിക്കണോ? ചിരിച്ചാ അതിൻ്റെ അർത്ഥം ഇവർ ഒരുമിച്ച് ക്ലാസ്സിൽ പഠിച്ചവരാണെന്നാണോ? അങ്ങനെയാണോ കണക്കാക്കേണ്ടത്? അല്പത്തരത്തിന് കയ്യും കാലം മുളച്ചാൽ അത് RSS ആണ്. അത് തർക്കമില്ലാത്തതാണ്. നരേന്ദ്രമോദി വന്നുപോയി ഉമ്മയല്ലാതെ വേറെ എന്ത് തന്നു? കൊറ്റിനില്ലാത്തവൻ കോപ്പ് മോഹിക്കുമോ, വറ്റിനില്ലാത്തവൻ പാൽകുടി ചീടുമോ, വീട്ടിലുണ്ടെങ്കിൽ വിരുന്ന് ചോറും കിട്ടുമെന്ന് കുഞ്ചൻ നമ്പ്യാര് പാടിയ പോലെ നയാ പൈസ തരാത്ത പ്രധാനമന്ത്രി, നയാ പൈസ തരാത്ത ഒരു സിനിമാ നടൻ സുരേഷ് ഗോപി. മാറി മാറി കൂടോത്രം ചെയ്യുന്ന ഒരു പാർട്ടി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? രാജമോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു, എന്നെ MP ആകാതിരിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്യും. ഞാനൊരു നമ്പൂരിയെ കൊണ്ടുവന്ന് ഒഴിവാക്കി. അപ്പൊ സുധാകരൻ പറഞ്ഞു, നമുക്കും 2 കൂടോത്രം ആരോ ചെയ്തിട്ടുണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കണം. അപ്പൊ രാജമോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു, തിരുമേനിയെ കൊണ്ടുവന്ന് ഞാൻ കൂടോത്രം ഒഴിപ്പിക്കാം. അപ്പൊ VS സുധീരൻ പറഞ്ഞു, എന്നെ പലതവണ കൂടോത്രം ചെയ്തതാണ്. കൂടോത്രത്തിൽ പഴയ കരുണാകരൻ, കോൺഗ്രസിന്റെ കരുണാകരൻ, പ്രിയപ്പെട്ടവരെ ഗുരുവായൂരപ്പനെ മാത്രമേ കണ്ടു. ഒരു കൂടോത്രവും കരുണാകരൻ ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ. എങ്ങനെയാണ് VM സുധീരൻ മടങ്ങുന്നവർ ഇങ്ങനെയായത്? RSSുമായി ബന്ധം. പൻവറും ജയിച്ചു. പൻവർ പറയുന്നത്, ആരാകെ കൊള്ളരാത്തവൻ എന്ന് പറയുന്നത് പാർട്ടിയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും. മുഖ്യമന്ത്രിയോ അച്ഛനെ പോലെയാണ്. ആദ്യത്തെ ആഴ്ച അച്ഛൻ, രണ്ടാമത്തെ ആഴ്ച ഇളയച്ചൻ, പിന്നെ കൊച്ചച്ഛൻ, പിന്നെ കച്ചറ. 1ാമത്തെ അച്ഛൻ അപ്പൻ എന്ന് പറയുന്ന ആളെ തന്നെ പേടിക്കണം. സരിതാ S നായർ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ എൻ്റെ അപ്പനെ പോലെയാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ പറഞ്ഞു, അപ്പൻ എന്നെ ബലാത്കാരം ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. PC ജോർജ് പോലും നാണിച്ചു നിൽക്കുകയാണ്. PC ജോർജിന് പോലും ഇങ്ങനൊരു ഗതികേട് വന്നില്ല. അൻവർ, ഈ കേരളത്തിലെ ഒരു കൊച്ചുകുഞ്ഞും CPM BJP ബന്ധം അംഗീകരിക്കില്ല. 1978 ഭരണഘടനാ അസംബ്ലിക്കകത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും അടങ്ങുന്ന ആളുകൾ ഭരണഘടനയെ പൈലറ്റ് ചെയ്യുന്ന സമയത്ത് HV കാമത്ത്, RSSന്റെ നേതാവ്, ഹിന്ദു മഹാസഭയുടെ നേതാവ്, HV കാമത്ത് എണീറ്റ് പറഞ്ഞു, ഞങ്ങൾ ഈ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല. അവരൊന്നിനെ അംഗീകരിക്കില്ല. ഭരണഘടനയെ അംഗീകരിക്കണമെങ്കിൽ അതിന്റെ മുമ്പിൽ ദ നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിൽ എഴുതണം. സുപ്രസിദ്ധനായ കർമ്മകുശലനായ ജവഹർലാൽ ചോദിച്ചു, ഏത് ദൈവം, ഏത് ദൈവമാണ് എഴുതുന്നത്? പരമകാരുണ്യവാനായ റബ്ബ് എന്ന് എഴുതട്ടെ കാമത്ത്, പരമകാരുണ്യവാനായ റബ്ബ് എഴുതട്ടെ. HV കാമത്ത് തല കുമ്പിട്ട് നിന്നു. യേശുക്രിസ്തുവിന്റെ പേരെഴുതട്ടെ. അപ്പോൾ HV കാമത്ത് തല കുമ്പിട്ട് നിന്നു. പ്രിയപ്പെട്ട കാമത്തെ, ഏത് ദൈവം? നെഹ്റു പറഞ്ഞു, ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് ദ നെയിം ഓഫ് ദ പീപ്പിൾ എന്ന് എഴുതുന്നു ഞാൻ. ദൈവനാമമല്ല, പകരമോ ഈ മാനവന്റെ നാമം. ഞാൻ ചോദിക്കുന്നു, RSS ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തീവ്രവാദി നിങ്ങളാണ്. ഒരു നന്മയെയും നിങ്ങൾ അംഗീകരിച്ചില്ല. ഗാന്ധിയെ അംഗീകരിച്ചില്ല, സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചില്ല,
ഭരണഘടനയെ അംഗീകരിച്ചില്ല, ഇസ്ലാമിനെ അംഗീകരിക്കില്ല, ക്രിസ്ത്യാനി അംഗീകരിക്കില്ല, ശാസ്ത്രത്തെ അംഗീകരിക്കില്ല, സ്ത്രീയെ അംഗീകരിക്കില്ല, കമ്മ്യൂണിസ്റ്റുകാരെ അംഗീകരിക്കില്ല. അവരുടെ വിചാരധാരയിൽ 3 ആളെ കുറിച്ചല്ല എഴുതിയത്. 2 മതവും 1 പാർട്ടിയും. 2 മതം, ക്രിസ്ത്യൻ മുസ്ലിം. ഒറ്റ പാർട്ടിയേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കോൺഗ്രസ് ഇല്ല, മുസ്ലിം ലീഗ് ഇല്ല. വലിയ മുസ്ലിമിന്റെ ആളുകളല്ലേ മുസ്ലിം ലീഗ്. നിങ്ങളെ കുറിച്ചൊന്നും RSS എഴുതിയിട്ടില്ല. നിങ്ങൾ വടിവാള് കൊണ്ട് കിടക്കുന്നവരല്ലേ SDPI, നിങ്ങളെ കുറിച്ചുമില്ല. പോപ്പുലർ ഫ്രണ്ടിനില്ല, അബ്ദുൽ നാസർ മദനിയെ കുറിച്ചില്ല, RSPയെ കുറിച്ചില്ല, ഫോർവേഡ് ബ്ലോക്കിനെ കുറിച്ചില്ല, നാഷണൽ കോൺഗ്രസിനെ കുറിച്ചില്ല, നാഷണൽ കോൺഫറൻസിനെ കുറിച്ചില്ല. ഇങ്ങളിൽ ഏതാളെ കുറിച്ചുമില്ല. 2 മതം, ഒന്ന് ഇസ്ലാം, ഒന്ന് ക്രിസ്ത്യൻ. 1 പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ 3നെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് RSS. ജൂതന്മാരെ ആകെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നായിരുന്നു ഹിറ്റ്ലർ. ജൂതന്മാരെ ആകെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് ഹിറ്റ്ലർ. കമ്മ്യൂണിസ്റ്റുകാരെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് ഹിറ്റ്ലർ. 1 മതത്തെയും 1 പാർട്ടിയുമാണ് ഹിറ്റ്ലർ അവിടെ പറഞ്ഞതെങ്കിൽ 2 മതത്തെയും 1 പാർട്ടിയും പറയും. ഏതാണ്ട് ഹിറ്റ്ലറും അതേമാതിരി നരേന്ദ്രമോദിയും ഒപ്പമാണ്. ഹിറ്റ്ലറും നുണ മാത്രം പറയാൻ ഒരു മന്ത്രിയെ ഉണ്ടാക്കിയാളാ ഗീബൽസ്. നുണ പറയുക എന്നതാണ് ഗീബൽസിന്റെ തന്ത്രം. നരേന്ദ്രമോദി സ്വയം നുണ പറയുന്നവനാണ്. എന്തോരം നുണയാണ് നരേന്ദ്രമോദി പറഞ്ഞുകൂട്ടി. ഈ 10 കൊല്ലം കൊണ്ട് 10,000 നുണ. പത്രക്കാർ ചോദിച്ചപ്പോഴും കെജ്രിവാൾ ചോദിച്ചൊരിക്കൽ നിങ്ങൾ എന്താ വരെ പഠിച്ച്, നമ്മളിപ്പോൾ പഠിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കെജ്രിവാൾ ചോദിച്ചു ഒരിക്കൽ നിങ്ങൾ എത്ര വിദ്യാഭ്യാസമുണ്ട് എന്ന് ചോദിച്ചതിന് കെജ്രിവാളിന്റെ പേരിൽ കേസ് കൊടുത്തു. ലോകത്തെ വല്ല തെറിയാണോ പറഞ്ഞത്? ആണോ? VD സതീശനും അതേമാതിരി സുധാകരനും പറയുന്ന ഭാഷയൊന്നുമല്ലോ പറഞ്ഞത്. ചോദിച്ചെന്താ കെജ്രിവാൾ നിങ്ങൾ എന്തോരം പഠിച്ചു? അപ്പൊ കേസ് കൊടുത്തു. പിന്നീട് കെജ്രിവാളിനെ രഹസ്യമായി നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്റ്റേജിൽ വെച്ച് ആക്ഷേപിച്ചത് നന്നായില്ല, എന്നോട് നിങ്ങൾ പഠിച്ചത് എത്രയാണെന്നാണ് ചോദിച്ചത്. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഓർമ്മയ്ക്ക് ഞാൻ പറയാം, ഞാൻ MA പാസ്സായവനാണ്. അപ്പൊ കെജ്രിവാൾ MA പാസ്സായിട്ടില്ല, MA പൂർത്തീകരിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ കെജ്രിവാളിനേക്കാൾ ഞാൻ പഠിച്ചവനാണെന്ന് പറഞ്ഞു. അപ്പൊ കെജ്രിവാളല്ലേ പറഞ്ഞു നിങ്ങൾ എന്നാണ് MA പാസ്സായത്? അപ്പൊ ഇയാൾ പറഞ്ഞു ഞാൻ 1981 MA പാസ്സായിരുന്നു. 1981 MA പാസ്സായെങ്കിൽ നിങ്ങൾ എന്നാണ് BA പാസ്സായെന്ന് ചോദിച്ചു. ഞാൻ 1983 BA പാസ്സായി. 81 MA കഴിഞ്ഞിട്ടാ BA. കെജ്രിവാൾ ചോദിച്ചു MAയുടെ കാലത്ത് നിങ്ങൾക്ക് പരിചയമുള്ള കൂട്ടുകാരൊക്കെയാ? ഓർമ്മയില്ല. BA ഓർമ്മയില്ല. +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഓർമ്മയില്ല. 10ാം ക്ലാസ് ഓർമ്മയില്ല. 9 ഓർമ്മയില്ല. 8ാം ക്ലാസ് 6 പേരെ ഓർമ്മയുണ്ട്. നാണം കെട്ടവന് ഡാഷിൽ ആല് മുളച്ചാൽ തണലാണ്. പക്ഷെ അതിമ കയറ് കിട്ടുമെന്നും കയറ് കെട്ടിയമേ ഊഞ്ഞാലാടുമെന്നും പറഞ്ഞാൽ നരേന്ദ്രമോദി മാത്രമല്ല RSSലെ സ്മൃതി ഇറാനി എങ്ങനെയാണ് വെറും 10ാം ക്ലാസ് പാസ്സായ ഒരു സിനിമാ നടി, 10ാം ക്ലാസ് മാത്രം പാസ്സായ ഒരു സിനിമാ നടി പറഞ്ഞു നടക്കാണ് ഞാൻ MA എക്കണോമിക്സ്, MA പൊളിറ്റിക്സ്, അതേമാതിരി BSc, MSc. RSS അങ്ങനെയാണ്, കശ്മല കൂട്ടമാണ്. അവരങ്ങനെയാണ്, നുണ പറയും. എന്തും ചെയ്യും. തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ തൃശ്ശൂർ പൂരവും കലക്കും. തൃശ്ശൂർ പൂരം ഹിന്ദുവിന്റെ പൂരമല്ലേ, എന്തിനാ അത് കലക്കണേ? ആനയുടെ അങ്ങനെ അഴിച്ചിടാനാണ് നോക്കിയത്. ഈ പോലീസ് മോശാണെന്ന് പറയുന്ന പത്രക്കാരോട് ഞാൻ പറയുന്നത്, ആന ഓടാതെ നോക്കലായിരുന്നു അവിടെ പോലീസ് ചെയ്തത്. ആന ഓടാതെ നോക്കലാണ്. ആനയ്ക്ക് പട്ട കൊണ്ടുവരുന്നവരാരാണെന്നാ നോക്കിയത്. ആനയ്ക്ക് പട്ട കൊണ്ടുവരുന്നവരാരാ? RSSന്റെ ആളുകളാണോ കുഴപ്പക്കാരാണോ എന്നാ നോക്കിയിരുന്നത്. അപ്പൊ മറ്റിടത്തൊക്കെ കുറെ പണി നടന്നു, മഠത്തിൽ വരവൊക്കെ തടഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ടവരെ, പൂരം കലക്കി ആളുകളെ രക്തസാക്ഷിത്തിൽ എത്തിച്ച് അങ്ങനെ ഗവൺമെന്റ് മോശമാണെന്ന് വരുത്തി RSSന് വോട്ട് പിടിക്കാൻ ആംബുലൻസിൽ ആരാ? സുരേഷ് ഗോപി. തട്ടുംപുറത്താശ്, മൃഗാന്തിരാജൻ, പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ, കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ, ലോക നേതാവിൽ ആര്? സുരേഷ് ഗോപി. അയാൾ വന്ന് ആംബുലൻസിൽ കിടന്നിങ്ങനെ വരികയാണ്, മൃതശരീരം കിടക്കുന്ന പോലെ. ആംബുലൻസിൽ കിടന്നു വരാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? രോഗമില്ലാത്തവൻ ആംബുലൻസിൽ യാത്ര ചെയ്യാൻ അവകാശമുണ്ടോ? പൂരങ്ങട് കലക്കണം. എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ. അപ്പൊ RSS എന്ത് ചെയ്യും? RSS എന്തെല്ലാം ചെയ്തു? പ്രിയപ്പെട്ടവരെ, 10 വർഷത്തിനുള്ളിൽ 5000-ലധികം ഇസ്ലാമിനെ കൊന്നു. 5000-ലധികം ഇസ്ലാമിനെ കൊന്നു. കലാകാരന്മാരെ കൊന്നു, സാഹിത്യകാരന്മാരെ കൊന്നു, ജസ്റ്റിസ് ലോയ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയെ കൊന്നു. ജസ്റ്റിസ് ലോയ അമിഷയ്ക്കെതിരെ വിധി പ്രഖ്യാപിച്ച അയാളെ കൊന്നു. ഞാൻ അവിടെ കൊണ്ട് നിൽക്കുന്നുണ്ടോ? ഗൗരി ലങ്കേഷിനെ കൊന്നു, ഗോവിന്ദ് പൻസാരിയെ കൊന്നു, എത്രയാളുകളെ കൊന്നു. RSS വിചാരിച്ചാൽ ആരെയും കൊല്ലും. വ്യാജ ഏറ്റുമുട്ടലിലൂടെ ഡിഗ്രിയും PGയും ഉള്ള ആയിരക്കണക്കിന് മുസ്ലിമിനെ കൊന്നു. 92 ഡിസംബർ മാസം 6-ാം തീയതി 456 കൊല്ലമുള്ള പഴക്കമുള്ള പള്ളി പൊളിച്ചു. ഇപ്പോ 1000-ലധികം കൊല്ലം പഴക്കമുള്ള ഒരു പള്ളി പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുസൽമാൻ അവിടെ തടത്തുകൂടി. എന്താണത് എന്ന് ചോദിച്ചപ്പോ ഉത്തർപ്രദേശിലെ പോലീസ് 6 പേരെ വെടിവെച്ചു.
156 കൊല്ലം പഴക്കമുള്ള ഒരു പള്ളിയുടെ പകുതി ഭാഗം ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പൊളിച്ചു. മീനാക്ഷി മുഖർജി പറഞ്ഞ പോലെ ബുൾഡോസർ വെച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഓടിച്ചു. ആസാമിൽ പൗരത്വ ഭേദഗതിയുടെ പേരിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസൽമാനെ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലത്തെ ക്യാമ്പിലിട്ട് പൂട്ടിയിട്ടു. ഇറച്ചി പശുവിൻ്റെയാണെന്ന് പറഞ്ഞ് മുഹമ്മദ് അത്തലക്കിനെ കൊന്നു. വാപ്പയ്ക്ക് മുണ്ടും ഷർട്ടും മേടിച്ചു കൊണ്ടുവരുന്ന ജുനൈദിനെ കൊന്നു. കാശ്മീരിൽ ആടിനെയും അതേമാതിരി പോത്തിനെയും എല്ലാം വളർത്തുന്ന, അതിനെ തീറ്റാൻ പോകുന്ന ഒരു പാവപ്പെട്ട ആദിവാസി പെൺകുട്ടിയെ അമ്പലത്തിന്റെ അകത്ത് വെച്ച് ബലാത്കാരം ചെയ്തു. ഒരു ശിവക്ഷേത്രത്തിൽ തൊഴാൻ വന്ന ഒരു പട്ടികജാതിക്കാരനെ ശിവക്ഷേത്രത്തിൽ കൊന്നു. RSSന്റെ നിശംസതയ്ക്ക് വർത്താനം പറയാൻ എത്ര വേണം? എന്താണ് RSSന് കമ്മ്യൂണിസ്റ്റുകാരുള്ള വിരോധം? കമ്മ്യൂണിസ്റ്റുകാരുള്ള വിരോധം എന്ന് പറയുന്ന അതിൻ്റെ ആശയമാണ്. മീനാക്ഷി മുഖർജി പ്രസംഗിച്ചത് ബംഗാളിലെ കഥ നിങ്ങൾ കേട്ടോ? നമ്മളിത് കേൾക്കണം. മലയാളി ഇത് നല്ലോണം കേൾക്കണം. അത് അവര് തന്നെ വന്ന് പറഞ്ഞു കേൾക്കണം. എന്താണ് ഈ കേരളത്തിൽ സംഭവിക്കാത്തതെന്ന് മനസ്സിലായോ? എന്താണ് കേരളത്തിൽ സംഭവിക്കാത്തത്? ഏതെങ്കിലും മഹലുകളോ മുല്ലാക്കകളോ നമ്പൂരിയോ പള്ളിയിലച്ഛനോ ഉള്ളത് കൊണ്ടാണോ? ഏതെങ്കിലും മറ്റേ ഖത്തീബിന്റെ ഇടപെടൽ കൊണ്ടാണോ ഈ കേരളത്തിലെ പള്ളി നിലനിൽക്കുന്നത്? SDPയുടെ കയ്യിന്റെ ഉള്ളിൽ കിടക്കുന്ന തീപാറുന്ന വാളുകൊണ്ടാണോ ഈ പള്ളി നിലനിൽക്കുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും ആൻഡ്രൂസ് താഴത്തിൻ്റെയോ ആൻഡ്രൂസ് മോളിലോ ഉള്ള ഏതെങ്കിലും അച്ഛന്മാരുടെ കപ്പാസിറ്റിയാണോ? പ്രിയപ്പെട്ടവരെ, അതാണ് കേരളം. നാം അറിയണം ഈ കേരളം എന്താണെന്ന്. കേരളത്തിൽ ഒരു പള്ളി തകരാതിരിക്കുന്നതിന്റെ കാരണം, അമ്പലം തകരാതിരിക്കുന്നതിന്റെ കാരണം, ഒരു പൊതുസ്ഥാപനം തകരാതിരിക്കുന്നതിന്റെ കാരണം മാമൻ വാസുവിന്റെ പ്രസ്ഥാനമായ CPI മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഈ മഹത്തായ പാർട്ടിയുണ്ടല്ലോ, ഈ ചമ്പതാക പറക്കുന്നിടത്തോളം കാലം ഒരു പള്ളിയും പൊളിയില്ല. അവിടെ മുസൽമാൻ ഉണ്ടോ ഹിന്ദു ഉണ്ടോ എന്നല്ല പ്രശ്നം. ലോകത്ത് തന്നെ ശരാശരി എടുത്താൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഉള്ളത് ഉത്തർപ്രദേശിലാണ്. എന്താ അവിടെ പൊളിയണ പള്ളി? എന്താ അവിടെ തടയാൻ ആരുമില്ലാത്തത്? അവിടെ മുസ്ലിയാരില്ലാണ്ടാണോ? SDPക്ക് ഏറ്റവും കൂടുതൽ അൺഎയ്ഡഡ് സ്കൂളുള്ള സ്ഥാപനം സ്ഥലം ഏതാ? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലല്ലേ SDPക്ക് ഒരുപാട് സ്കൂളുള്ളത്. നിങ്ങൾ എന്താ പൊളിയുന്ന? അവിടെ പൊളിയുമ്പോൾ നോക്കി നിൽക്കുന്നേ എന്താ പറ്റാത്തെ? കേരളത്തിൽ പള്ളി പൊളിക്കാൻ ആലോചിക്കാൻ പോലും പറ്റുമോ? അല്ല, RSS ഇവിടെ വെജിറ്റേറിയൻ ആയതുകൊണ്ടാണോ? പിക്കാസ് കിട്ടാത്തതുകൊണ്ടാണോ? RSSന് ശാഖയില്ലാത്തതുകൊണ്ടാണോ? RSSന് തോന്നിവാസികൾ ഇല്ലാണ്ടാണോ? പക്ഷേ കേരളത്തിൽ കഴിയില്ല. ഇതൊരു CCTVയുടെയും മെച്ചം കൊണ്ടല്ല. രാത്രിയും പകലുമായി ഈ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ നിറഞ്ഞു തുളുമ്പുന്ന മതനിരപേക്ഷതയുണ്ടല്ലോ, നിറഞ്ഞു തുളുമ്പുന്ന മതനിരപേക്ഷത. ആ മതനിരപേക്ഷതയാണ് ഈ പാനൂർ ഏരിയയിൽ 2 ഡസനിലധികം ആളുകൾ മരിച്ചത്. അവരെ നോക്കിയിട്ടാണ് അൻവർ പറയുന്നത് CPM-ഉം BJP-യും തമ്മിൽ അന്തരാള ബന്ധം. 2 ഡസനിലധികം മാമൻ വാസുവിനെ പോലെ ധീരനും ദാത്തമതിയും ഉത്തമനും മരിച്ചു കിടക്കുമ്പോഴും കൈ ഇങ്ങനെ പിടിച്ച് കിടന്നു എന്നാണ് ഒരാൾ പറഞ്ഞത്. മരിച്ചു കിടക്കുമ്പോൾ വെട്ടേൽക്കുമ്പോൾ തടയുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ തടയുന്ന മരണം തന്റെ കഴുത്തിലേക്ക് വാളായി വരുമ്പോഴും ഇങ്ങനെയാണ് കൈ. അവരെല്ലാം പോരാടിയതും മരിച്ചതും വീണതും തകർന്നതും അവരുടെ കുടുംബം അനാഥമായതും അവരുടെ മക്കൾക്ക് വാപ്പയും അവരുടെ മക്കൾക്ക് അച്ഛനും അവരുടെ ആങ്ങളമാർക്ക് അല്ലെങ്കിൽ പെങ്ങന്മാർക്ക് ആങ്ങളയും ഇല്ലാതായതും അവരുടെ അമ്മമാരുടെ ഗർഭപാത്രം തുടിച്ചതും അവരുടെ അറിയാതെ അമ്മയുടെ മുലക്കണ്ണ് ചുരന്നതും നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കളെ ജീവൻ കൊടുത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. ഒരു അൻവർ എന്ന് പറയുന്ന 4ാം കിടക്കാരൻ അയാൾ വരികയാണ്. ഇപ്പൊ ഏത് പാർട്ടി അൻവർ? അൻവർ ഇപ്പൊ മമതാ ബാനർജിയുടെ പാർട്ടി ചേരാൻ പോവുക. 4ാമത്തെ പാർട്ടി ആദ്യം DMK, അപ്പോൾ ദ്രാവിഡ മുന്നേറ്റ കഴകം. അപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു ആ പണി ഇവിടെ പറ്റില്ല. അപ്പോൾ അവിടെ പോയി, അപ്പോൾ മറ്റേ അടുത്ത് പോയി ആന ചിഹ്നത്തിൽ അഭിനയിക്കുന്ന ആർക്കും ഉത്തർപ്രദേശിൽ വേണ്ടാത്ത ആള് BSP. അവർ പറഞ്ഞു പോയി ഞങ്ങൾ തന്നെ ഇല്ല, പിന്നെ അഡീഷണൽ എടുക്കാനില്ല. അവസാനം പ്രിയപ്പെട്ടവർ ആരെ എടുക്കാൻ കഴിയുന്ന തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഒരു സ്ത്രീയായുള്ള മമതാ ബാനർജിയുടെ വരവ് കാത്ത് നിൽക്കാണ്. അൻവറിനോട് പത്രക്കാർ ചോദിച്ചു എന്താണ് ഈ മമത? അൻവർ പറഞ്ഞു കേട്ടില്ലേ, അവർ കടുത്ത ആന്റി മാർക്സിസ്റ്റാണ്. കടുത്ത ആന്റി മാർക്സിസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ മായാവതി വേണ്ടാന്ന് വെച്ച് മമതയുടെ കൂടെ ചേർന്നത്. പ്രിയപ്പെട്ട അൻവർ, ആയിരക്കണക്കിന് സഖാക്കൾ അനൗൺസ്മെന്റ്, 100 കണക്കിന് സഖാക്കൾ ചുമരെടുത്ത്, 100 കണക്കിന് ആളുകൾ പ്രിയപ്പെട്ടവർക്ക് ഇതിന്റെ മതിലിന്റെ മുകളിലും അതേമാതിരി വൃക്ഷത്തിന്റെ മുകളിലും പോയി കൊടികെട്ടുന്നത്, തുടയൊരഞ്ഞും മറയമാറി കണ്ണു നനഞ്ഞും വീടുകളിൽ കയറി ഇറങ്ങിയത്. അങ്ങനെ ജയിച്ചതാണ് അൻവർ. നിങ്ങളുടെ വിചാരം കണ്ട നിങ്ങൾ മാത്രമാണ് നിലമ്പൂർ ജയിച്ചെന്നാണോ? 1980-ൽ ആര്യാട മുഹമ്മദ് ജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാൻഡിഡേറ്റ് ആയിട്ടാണ്. 1980-ൽ
ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാൻഡിഡേറ്റായിട്ടാണ്. അതിനു മുമ്പ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് സഖാവ് കുഞ്ഞാലി വഴി. കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നത് നിലമ്പൂരിൽ തൊഴിലാളി തർക്കത്തിൽ ഇടപെടാൻ പോകുമ്പോൾ വെടിവെച്ച് കൊന്നതിൽ പ്രതികളിൽ ഒരാളാണ് ആര്യാടൻ എന്നറിയപ്പെട്ടതിന്റെ ഭാഗമായി 1980 ആര്യാടൻ നിർത്തിയതിനെതിരെ നിലമ്പൂർ പാർട്ടിക്കകത്ത് വലിയ തർക്കമുണ്ടായി. ആ തർക്കം പരിഹരിക്കാൻ EMS എന്ന് പറയുന്ന മഹാനുഭാവൻ, ദീർഘവീക്ഷണമുള്ള ആൾ, അദ്ദേഹം പറഞ്ഞു, മറ്റേ കുഞ്ഞാലി മരിച്ചതും സാമ്രാജ്യത്വത്തിനെതിരായും അതേമാതിരി കോൺഗ്രസിന്റെ കുത്തകയ്ക്കെതിരായുള്ള പോരാട്ടത്തിനാണ്. കോൺഗ്രസിന്റെ കുത്തകയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ന് ആര്യാടൻ നമ്മുടെ കൂടെ വന്നാൽ ആര്യാടനെ ഉപയോഗിച്ചും കോൺഗ്രസിന്റെ കുത്തകയെ പൊളിക്കും. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെ മുഴുവൻ ആളുകളും യോജിച്ച് ആര്യാടൻ ജയിച്ചു, പൻവറും ജയിച്ചു. പൻവർ പറയുന്നത്, ആരാകെ കൊടരാത്തവൻ എന്ന് പറയുന്നത് പാർട്ടിയിലെ മുഖ്യമന്ത്രിയുടെ ആഫീസ്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയോ അച്ഛനെ പോലെയാണ്. ആദ്യത്തെ ആഴ്ച അച്ഛൻ, രണ്ടാമത്തെ ആഴ്ച ഇളയച്ചൻ, പിന്നെ കൊച്ചച്ഛൻ, പിന്നെ കച്ചറ. ഒന്നാമത്തെ അച്ഛൻ അപ്പൻ എന്ന് പറയുന്ന ആളെ തന്നെ പേടിക്കണം. സരിത എസ് നായർ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ എൻ്റെ അപ്പനെ പോലെയാണ്. രണ്ടാഴ്ച കഴിഞ്ഞ പറഞ്ഞു അപ്പൻ എന്നെ ബലാത്കാരം ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. PC ജോർജ് പോലും നാണിച്ചു നിൽക്കുകയാണ്. PC ജോർജിന് പോലും ഇങ്ങനൊരു ഗതികേട് വന്നില്ല. അൻവർ, ഈ കേരളത്തിലെ ഒരു കൊച്ചുകുഞ്ഞും CPM BJP ബന്ധം അംഗീകരിക്കില്ല. SDPI ആണ് അതിന് പരിശ്രമിക്കുന്നത്. SDPI പരിശ്രമിക്കുന്നത് എന്തിനാണെന്നറിയോ? മുസ്ലിം ജനചെറുപ്പക്കാരന്റെ ഒഴുക്ക് CPM-ൽ വരാതിരിക്കാനാണ്. ഇനിയും മുസ്ലിം ലീഗിന് മുസ്ലിം ചെറുപ്പക്കാരെ ഒഴുക്ക് വന്നാൽ 92 ഡിസംബർ മാസം 6-ാം തീയതി ആരംഭിച്ചതാണ് ആ ഒഴുക്ക്. സദാം ഹുസൈന്റെ മരണത്തിന് ശേഷം വീണ്ടും ഒഴുകാൻ തുടങ്ങി. ഈ ഒഴുക്ക് തുടർന്നാൽ സിറിയയിലെ കലാപം, പാലസ്തീനിലെതിരായ കലാപം, പ്രിയപ്പെട്ടവർ ഇറാന് നേരെയുള്ള കലാപം, ഈ കലാപത്തിന്റെ ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്. ആ നിലപാടിന്റെ ഭാഗമായി മുസ്ലിം ചെറുപ്പക്കാർ ഒഴുകാൻ തുടങ്ങിയാൽ ഉപ്പുവച്ച കലം പോലെയാകും SDPI, ഉപ്പുവച്ച കലം പോലെയാകും ലീഗ്. മുസ്ലിം തീവ്രവാദം തകർന്ന് തരിപ്പണമാകും. അപ്പോ SDPI പറയാണത് ഞങ്ങളല്ലേ BJPയും RSSും CPM തമ്മിൽ ബന്ധം ആയതിനാൽ മുസ്ലിം ചെറുപ്പക്കാരെ അങ്ങോട്ട് പോണ്ട. പഴയ CPM അല്ലത്. CPM-നാകെ മാറി. CPM RSSുമായി ബന്ധമാണ്. ഈ വഴി തടയാൻ ശ്രമിക്കുകയാണ്. അതിന്റെ കൂടെ ലീഗ് നിൽക്കുന്നു. അതിന്റെ കൂടെ പ്രിയപ്പെട്ടവരെ ഇവിടെ RSS മൗനം പാലിക്കുന്നു. ഞങ്ങൾ കൂട്ടില്ല എന്നെന്താ RSS പറയാത്തത്? തൊണ്ട പൊട്ടുമാറി ഞങ്ങൾ പറയുന്നു, TV ചർച്ചയിൽ പറയുന്നു, നിങ്ങളുമായി ഒരിക്കലും കൂടില്ലെന്ന് പറയുന്നു. അപ്പൊ RSS മൗനം പാലിക്കുന്നു. എന്തിനാ മൗനം പാലിക്കുന്നത്? ഞങ്ങളുടെ മൗനം വഴിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളിൽ RSS CPM ബന്ധമുണ്ടെന്ന് വേണമെങ്കിൽ താൽക്കാലികമായി ധരിച്ചോട്ടെ. അങ്ങനെ ധരിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ നെഞ്ച് തകരും. കമ്മ്യൂണിസ്റ്റുകാരന്റെ നെഞ്ച് തകർന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ തകരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെഞ്ച് എവിടെയാണ് കിടക്കുന്നത്? CPM-ന്റെ നെഞ്ച് എവിടെയാണ് കിടക്കുന്നത്? ഈ സ്റ്റേജിലാണോ? ഞാനാണോ? മീനാക്ഷി മുഖർജിയാണോ? രാജേഷാണോ? ഹരീന്ദ്രനാണോ? എവിടെയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെഞ്ച് കിടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, 5,65,000 പാർട്ടി മെമ്പർമാരിൽ 1000 മാത്രമാണ് DC സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ. 1000 പേർ. അത് കഴിഞ്ഞ 5,64,000 എവിടെയാണ്? താഴെ AC-യിൽ, LC-യിൽ, ബ്രാഞ്ചിൽ. അവരാണ് ഇതിന്റെ ഹൃദയം. അതാണ് മിടിക്കുന്നത്. അതാണ് ഇന്ന് കാലത്ത് രക്തസാക്ഷി ദിനത്തിൽ അമ്മമാരടക്കം ആയിരങ്ങൾ മാമൻ വാസുവിന്റെ പ്രിയപ്പെട്ടവരെ ബലികുടീരങ്ങളിൽ പുഷ്പാർച്ചനയ്ക്ക് വന്നത് അവരാണ്. അവരാണ് ഈ പതാക കെട്ടുന്നത്. അവരാണ് ഈ പതാക ഉയർത്തുന്നത്. അവരാണ് ചിലപ്പോഴെങ്കിലും പതാക കെട്ടാൻ പോകുന്ന വഴിയിൽ കമ്പിയിൽ മുട്ടി മരിക്കുന്നത്. അവരല്ലേ എല്ലാം. ഏത് നേതാക്കന്മാരാ മോളിൽ പോയി പതാക കെട്ടാൻ ആരെങ്കിലും പോണ്ടോ? ഞാനൊക്കെ വല്ല പുരോഗത്തിനൊക്കെ മിക്കവാറും ദിവസം പുരോഗം കഴിഞ്ഞ് രാത്രി നേരത്തെ അന്നമ്മയുടെ എൻ്റെ നാട്ടിൽ ജംഗ്ഷനിൽ എത്തുകയാണെങ്കിൽ പിള്ളേരൊക്കെ പതാക കെട്ടുന്നുണ്ടാവും. അപ്പൊ കെട്ടണമെങ്കിൽ ഞാൻ ആകെ ചെയ്യുന്നത് ഇൻവോൾവ്മെന്റ് മാത്രമാണ്. ഇൻവോൾവ്മെന്റ് എന്താ? മോനെ ആ പതാക ഇങ്ങോട്ട് കെട്ട്. അവൻ അവിടെ മുകളിൽ ഇരുന്ന് പല്ലിറുമെന്ന് എനിക്ക് കേൾക്കാം. ഞങ്ങൾ ഇത്രയും കയറി കെട്ടുമ്പോൾ ഈ മഹാദുഷ്ടൻ 12 വന്ന് ഇവിടെ കെട്ട് അവിടെ കെട്ട് എന്ന് പറയുന്നത് അവൻ എനിക്ക് കേൾക്കാം. എന്നാൽ അതുകൊണ്ട് അധികം ഉപദേശത്തിലൊന്നും നിൽക്കാതെ ഓക്കെ എന്ന് പറഞ്ഞു നിർത്തി. പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ടവന്റെ കമ്മ്യൂണിസ്റ്റുകാരന്റെ നെഞ്ച് തകർക്കുവാനുള്ള പണിയാണ് SDPIയും പോപ്പുലർ ഫ്രണ്ടും BJPയും ഒരുമിച്ച്. അതാരാ പറയുന്നത്?
ഗുരുജി ഗോൾവാർക്കറുടെ മറ്റേ ജന്മദിനത്തിന് അടിവസ്ത്രം പോലും ഇടാതെ നനഞ്ഞ മുണ്ടെടുത്ത് ചമ്രം മടിഞ്ഞെരിഞ്ഞ് അവര് കൊടുത്ത നിലവിളക്കിൽ 7 തിരിയും കത്തിച്ച സതീശൻ. കമ്മ്യൂണിസ്റ്റുകാർ എവിടെയാണോ ഈ ഗുരുജി ഗോൾവാർക്കറുടെ പടത്തിന്റെ അടുത്ത് പോയത്? എവിടെയാ ഞങ്ങൾ ഹെഗ്ഡേവാറിന്റെ സ്ഥലത്ത് പോയത്? എവിടെയാ ഞങ്ങൾ ദേവരശിന്റെ സ്ഥലത്ത് പോയത്? എവിടെയാ ഞങ്ങൾ RSSന്റെ ക്യാമ്പിൽ പോയത്? ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലല്ലോ ഒരു ക്യാമ്പിൽ. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലല്ലോ ഗുരുജി ഗോൾവാർക്കറുടെ പടം നോക്കാൻ. നീയാണ് പോയത്. ഇവിടെയുള്ള നിങ്ങളുടെ KPC പ്രസിഡന്റ് സുധാകരൻ RSSന്റെ ശാഖ തടയാൻ പലതവണ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ശാഖ രക്ഷിക്കാൻ. ആരിൽ നിന്ന്? CPM-ൽ നിന്ന്. CPM-ൽ നിന്ന് RSSന്റെ ശാഖയെ രക്ഷിക്കാൻ. പിന്നെ സുധാകരൻ പത്രക്കാരന് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട, വേണ്ടി വന്നാൽ ഞാൻ BJP പോകും. BJP പോകുമെന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത സുധാകരൻ, BJP-യിൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകുമെന്ന് പറയുന്ന സുധാകരൻ, BJP-യുടെ ഗുരുജിയുടെ നിലത്തിരുന്ന് ചമ്പ്രം മടിഞ്ഞിരുന്ന് കോണകവും എടുത്ത് ഒരു നനഞ്ഞ മുണ്ടുമെടുത്ത് നിന്ന് വിളക്ക് കത്തിയ സതീശൻ. അവരല്ലേ നേതാക്കന്മാർ? 10 ചട്ടിക്ക് 11 മൂപ്പൻ. കോൺഗ്രസിനെ കുറിച്ച് ഞാൻ വിമർശിക്കുന്നില്ല, നമുക്ക് വിമർശിക്കാനുള്ള സാധനം പോലും അതില്ല. അതെന്താ ചെയ്യുന്നത്? നിങ്ങൾ ആ പാർട്ടിയെ കണ്ടിട്ടില്ലേ? ഒരാൾ ഓർമ്മ പോലും ഇല്ലാതെ ഒരു പ്രസിഡന്റ്, അയാളെ പിന്നാലെ നടന്നാണ് നാടകത്തിൽ പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയുന്ന ഒരു പ്രസിഡന്റ്, അയാളെ കളിയാക്കി നടക്കുന്ന സതീശൻ, തിരിച്ചു കളിയാക്കുന്ന സതീശൻ. നേതാക്കന്മാരെ മാറി മാറി കൂടോത്രം ചെയ്യുന്ന ഒരു പാർട്ടി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? രാജമോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു, എന്നെ MP ആകാതിരിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്യും, ഞാനൊരു നമ്പൂരിയെ കൊണ്ടുവന്ന് ഒഴിവാക്കി. അപ്പൊ സുധാകരൻ പറഞ്ഞു, നമുക്കും 2 കൂടോത്രം ആരോ ചെയ്തിട്ടുണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കണം. അപ്പൊ രാജമോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു, തിരുമേനിയെ കൊണ്ടുവന്ന് ഞാൻ കൂടോത്രം ഒഴിപ്പിക്കാം. അപ്പൊ VS സുധീരൻ പറഞ്ഞു, എന്നെ പലതവണ കൂടോത്രം ചെയ്തതാണ്. കൂടോത്രത്തിൽ പഴയ കരുണാകരൻ, കോൺഗ്രസിന്റെ കരുണാകരൻ, പ്രിയപ്പെട്ടവരെ ഗുരുവായൂരപ്പനെ മാത്രമേ കണ്ടു. ഒരു കൂടോത്രവും കരുണാകരൻ ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ. എങ്ങനെയാണ് VM സുധീരൻ മടങ്ങുന്നവർ ഇങ്ങനെയായത്? RSSുമായ ബന്ധം, RSSുമായ യോജിപ്പ് അതിന്റെ ഭാഗമാണ്. ഇവിടെ എവിടെ എത്തി കോൺഗ്രസ്? ഒരു ജാഥയ്ക്ക് 2 ക്യാപ്റ്റൻ. എങ്ങനെ ഒരു ക്യാപ്റ്റൻ, 2 ക്യാപ്റ്റൻ? ശരിയായ ക്യാപ്റ്റൻ ഞാനാണെന്ന് സുധാകരൻ. ഒരു സിനിമയിൽ മറ്റേ സലീം കുമാർ ഇങ്ങനെ വരുന്ന സമയത്ത് സലീം കുമാർ ഹരിശ്രീ അശോകന്റെ മുഖത്ത് നോക്കി ശരി മുതലാളി എന്ന് പറയും. അപ്പൊ ദിലീപ് പറയും, ശരിക്കും മുതലാളി ഞാനാന്ന് പറയും. അപ്പൊ സലീം കുമാർ പറയും, എന്നാൽ ശരിക്കും മുതലാളി. അപ്പൊ പത്രക്കാർ ചോദിച്ചപ്പോ പറഞ്ഞു, ശരിക്കും ക്യാപ്റ്റൻ ഞാനാണ്. ഇതാണ് സുധാകരൻ. എന്താണ് പ്രതിപക്ഷ നേതാവ് വൈകി എന്ന് ചോദിച്ചപ്പോൾ മറ്റേ KPC പ്രസിഡന്റ് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ആ മൈലാഞ്ചി മോറൻ എവിടെയാന്ന് എനിക്കറിയില്ല. അപ്പൊ ആള് ചോദിച്ചു, കുറച്ച് കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഓടി വന്നു. പത്രക്കാർ ചോദിച്ചു, അങ്ങയെക്കുറിച്ച് മൈലാഞ്ചി എന്നൊക്കെ അങ്ങേര് പറഞ്ഞത്. അപ്പോൾ സുധാകരൻ പറഞ്ഞതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അതൊന്നും വലിയ കാര്യമായിട്ട് നിങ്ങളുടെ കിട, ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് സ്ഥിരം സംസാരിക്കുന്ന ഭാഷയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് എന്താ? ഇവർ ചുരുളി സിനിമയിലെ നായികന്മാരാണ്. എന്ത് കഷ്ടമാണ്! എന്താണ് കോൺഗ്രസ്? ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടി നിങ്ങൾ എവിടെ എത്തി? നശിച്ച് നാരായണക്കല്ല് പറിച്ച് അതിനെ മുകളിലിരിക്കുകയാണ്. RSSന് വേണ്ടി ഒപ്പാരത്തം പറയുന്നു. RSS വേണമെങ്കിൽ 1 പ്രാവശ്യം MLA ആകും, RSS വേണമെങ്കിൽ 1 പ്രാവശ്യം MP ആകും. ഏത് തല്ലിപ്പൊളി സിനിമയും ഒരാഴ്ച ഓടും. നിന്റെ 97,000 വോട്ടാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്. 97,000 എവിടെ പോയിടൂ? KPC പ്രസിഡന്റ് തന്റെ 97,000 വോട്ട്. നിങ്ങളുടെ വോട്ടും പോയില്ലേ? ഞങ്ങളുടെയാ 16,769 വോട്ട് സുനിൽകുമാറിന് കൂടുതലാണ്. 16,769, ഒരു നമ്പർ പോലും തെറ്റില്ല. 16,769 വോട്ട് എവിടെയാ പോയത്? എന്നിട്ടും 71,000 വോട്ടിനെ ജയിച്ചുള്ളൂ സുരേഷ് ഗോപി. എടോ പഹയന്മാരെ ദുഷ്ട, ഒരു 10,70,000 കൊടുത്ത് 20 എടുക്കായിരുന്നില്ല. ഒരിക്കലും സുരേഷ് ഗോപി ജയിക്കുമോ? ആ പ്രതാപൻ എന്ന് പറയുന്ന ഒരു മഹാദുഷ്ടൻ, പഴയ MLA, അയാളാണ് ഏത് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്. ആ കരുണാകരന്റെ മകൻ മുരളി അവിടെ നിൽക്കാണ്. വിളിച്ചു, മുരളിച്ചേട്ട കാലം കോഴി വിളിക്കുന്ന പോലെ വിളിച്ചു. അയാൾ കൊണ്ടുവന്നു. വളകര എന്നോളാന്നാ പറഞ്ഞത്, പറ്റില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. അയാളെ കൊണ്ടുവന്ന് അയാളെ പ്രചരണം ആരംഭിച്ചു. അയാളുടെ പ്രചരണ വാഹനത്തിൽ, അയാളുടെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ നിങ്ങൾ കണ്ടില്ല TV-യിൽ, ഒരുവൻ പൊക്കം കുറഞ്ഞ് ഒരുവൻ ചാടി ഓടിയാണ് സ്റ്റേജിൽ കയറുന്നു. എന്നൊരു ഉമ്മ. എല്ലാവരും ഉമ്മയുടെ കാലമാണ് ഇപ്പോൾ. നരേന്ദ്രമോദി വന്നാലും ഉമ്മയാണ്. ഒരു ഉമ്മ വയ്ക്കുന്നു, അയാൾ ഇറങ്ങിയിട്ട് ഓടുന്നു. പിന്നെ വീണ്ടും കയറുന്നു, ഉമ്മ വയ്ക്കും. പിന്നെ ഒരു തോർത്തമുണ്ട് മേടിച്ച് വച്ച 2 ഉമ്മയും തുടച്ചു കളയുന്നു. ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇതാണ് ഒരുവൻ പ്രതാപൻ. അയാളെ തോൽപ്പിച്ചു, അയാളെ മര്യാദയ്ക്ക് തോൽപ്പിച്ചു. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് നിങ്ങളാണ്. അതിന് കുറെ ആളുകൾ, മാതാവിന്റെ തലയിൽ ഒരു സ്വർണ്ണ കിരീടം. അപ്പോ തിരുമേനിക്ക് സന്തോഷം.
59% വോട്ട് കത്തോലിക്ക സഭയ്ക്കുള്ളതാണ് തൃശ്ശൂർ. 59% വോട്ട്. ഒല്ലൂർ അമേരിക്ക കട്ട എന്നൊരു സ്ഥലമുണ്ട്, അമേരിക്ക കട്ട. ക്രിസ്ത്യാനി അല്ലാതെ ഒറ്റയാളില്ല അവിടെ. നമ്മൾ വിചാരിച്ചു ഒരിക്കലും കുഴപ്പമില്ലെന്ന്. പക്ഷെ അവിടെ BJP 1ാം സ്ഥാനത്തെത്തി. എങ്ങനെ എത്തി? ഞങ്ങളുടെ പെമ്പിള്ളേരെ ലവ് ജിഹാദ് വഴി മുസൽമാൻ തട്ടിക്കൊണ്ടുപോയി IS വിറ്റ് കാശ് മേടിക്കുന്നതിനാൽ എല്ലാ ക്രിസ്ത്യാനികളും മുസ്ലിമിനെ എതിർക്കാൻ ആരുടെ കൂടെ ചേരണം? കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിമിന്റെ കൂടെയായതിനാൽ BJP 514 പള്ളി മണിപ്പൂരിൽ പൊളിച്ചു. നാഗാലാൻഡിൽ, ആസാമിൽ, ഇപ്പുറത്ത് കിടന്നാൽ പ്രിയപ്പെട്ടവരെ മിസോറാമിൽ അടക്കം 100 കണക്കിന് പള്ളി പൊളിച്ചു. മണിപ്പൂരിൽ ക്രിസ്ത്യൻ റോമൻ കത്തോലിക്കൻ 13 പെൺകുട്ടികളെ നഗ്നമായി നടത്തി. ഗ്രഹാം സ്റ്റെയിനെയും മക്കളെയും പണ്ട് കൊന്നു. സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു വലിയ പോരാളിയെ ജയിലിലിട്ട് കൊന്നു. 100 കണക്കിന് അച്ഛന്മാരെ കൊന്നു. കന്യാസ്ത്രീമാരെ ബലാത്കാരം ചെയ്തു. പക്ഷേ RSSകാർ ഇത് ചെയ്തതാണെന്ന് ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ ക്രിസ്ത്യൻ ചില ആളുകൾ എന്നോട് വിചാരിച്ച് ഈ വേഷം കിട്ടുന്നു വേണ്ട, അതൊക്കെ അവിടെ നടന്ന കാര്യം, ഇവിടെ നടക്കട്ടെ, അപ്പം ഞങ്ങൾ തീരുമാനിക്കും. ഇവിടെ കേരളത്തിൽ RSSകാർ ക്രിസ്ത്യൻ പള്ളി പൊളിക്കുന്നത് അവർ നേരിട്ട് കണ്ടാൽ ഞങ്ങൾ വിശ്വസിക്കാം RSS മോശമാണെന്ന്. അച്ചോ, ഒരു കാരണവശാലും അച്ഛൻ്റെ ആഗ്രഹം നടക്കില്ല. അത് RSSന് ക്രിസ്ത്യൻ പള്ളി പൊളിക്കണ്ടെന്നുള്ളതുകൊണ്ടല്ല. അച്ചോ, ഞങ്ങളുടെ അവസാനത്തെ പാർട്ടി മെമ്പർ ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ RSS പള്ളി പൊളിക്കാൻ കാത്തിരിക്കണ്ട. കാണാൻ പറ്റൂല. കാണാൻ പറ്റാത്തതിന്റെ കാരണം ഞങ്ങളാണ്. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്തതിന്റെ ഭാഗമായി RSSനൊട്ടിയോ? എവിടെ പോയി നിങ്ങളുടെ ഇടത് കൈ കൊണ്ട് കൊടുക്കുന്നതും വലത് കൈ അറിയരുതെന്ന് പറഞ്ഞ മഹാത്തായ യേശുവിന്റെ പ്രസ്ഥാനം? അധ്വാനിക്കുന്നവരും ഭാരം വലിക്കുന്നവരും വിശക്കുന്നവരും വേദനിക്കുന്നവരും എൻ്റെ അടുത്തു വരൂ എന്ന പ്രസ്ഥാനം. പലിശയ്ക്ക് കൊടുക്കുന്നവരെ അണലി സന്തതികളെ എന്ന് വിളിച്ച് അടിച്ചോടിച്ച, ചാട്ടവാറിനടിച്ചോടിച്ച യേശുവിന്റെ പ്രസ്ഥാനം. പണമോഹിയും ധനമോഹിയും അരയമാരി കാമവെറിയനുമായ ഭരണാധികാരിയെ അണലി സന്തതി, നീ നൂറ്റാണ്ടുകളോളം പാപം ജീവിക്കുമെന്ന് പറഞ്ഞ സ്നാപക യോഹന്നാന്റെ പ്രസ്ഥാനം. പ്രിയപ്പെട്ടവരെ, സത്യത്തിന് വേണ്ടി മാത്രം വാദിച്ചൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി. ആ ക്രിസ്ത്യൻ മൈനോറിറ്റി കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തത് കാണണം, പള്ളി പൊളിക്കുന്നത് കാണണം, ചെറുപ്പക്കാരികളെ നഗ്നമായി നടത്തിയതും കാണണം. അങ്ങനെ കണ്ടാൽ മാത്രമേ ഞങ്ങൾ RSS ചെയ്താണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു പരുവത്തിലെത്തിയില്ലേ കേരളം? എന്തൊരു നിശംസത! കപട സ്നേഹിത, നിന്നോട് ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ. പുരീപ്പുഴയുടെ കവിതയാണ്. കപട സ്നേഹിത, നിന്നോട് ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ. തെരുവിൽ ദിവസവും കാണുമ്പോഴൊക്കെയും കുശലമെയ്യുന്നു മുൻവരിപ്പല്ലിനാൽ. എവിടെയാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി? തെറ്റായ രീതിയിൽ ഇസ്ലാമിനെ പ്രവർത്തിക്കുകയാണ്. എടോ, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമുള്ള അവകാശം, മൈനോറിറ്റി അവകാശം നിങ്ങൾക്കുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൈനോറിറ്റി അവകാശം ഇസ്ലാമിനുണ്ട്. എന്താ അവന് മുണ്ട് ഇടത്തോട്ടെടുത്ത കുഴപ്പം? മുണ്ട് വലത്തോട്ടെടുക്കുന്നവരെല്ലാം മാന്യന്മാരാണോ? അല്ലെങ്കിൽ വലത്തോട്ട് എടുക്കുന്നവർ മാത്രമേ മാന്യന്മാരുള്ളൂ? എന്താ ഇടത്തോട്ടെടുത്ത കുഴപ്പം? നിനക്ക് പൊട്ടുകുത്താം, പൊട്ടിന്റെ മോളിൽ പൊട്ടുകുത്താം, വലിയ തിലകം ചാർത്താം, നിന്റെ കയ്യിൽ ചരട് കെട്ടാം, ചരടിന്റെ ഭാഗമായി പല ചരട് കെട്ടാം, അതിന്റെ ഭാഗമായി നിനക്ക് എന്തും ചെയ്യാം. ഇസ്ലാമിനൊന്നും പാടില്ല. നിനക്കിത് അവകാശം ഭരണഘടനാപരമാണോ? നിനക്ക് എവിടെ നിന്ന് അവകാശം ഭരണഘടനാപരം? എടോ, ഏത് ദൈവ കാവി? 928 നാരായണ ഗുരു സമാധിയാവുന്നത്. 924 ശ്രീലങ്കയിൽ പോകുന്നതിന്റെ തലേ ദിവസം മാത്രമേ ഒറ്റ പ്രാവശ്യമേ നാരായണ ഗുരു കാവി എടുത്തുള്ളൂ. ഒറ്റ പ്രാവശ്യം. ഇതെനിക്ക് വേണ്ടാന്നാ പറഞ്ഞത്. ഇവിടെ RSSും സംഘപരിവാറും അടങ്ങുന്ന ആളുകൾ കൈകാര്യം ചെയ്യുന്ന രീതി എന്താ? ക്രിസ്ത്യൻ മൈനോറിറ്റി എങ്ങനെയാണ്? എന്നിട്ട് പറയാണ് ഞങ്ങൾ ജൂതന്മാരല്ലേ ക്രിസ്ത്യാനിയെ കൊന്നത്? ക്രിസ്ത്യാനിയല്ലേ ജൂതനെ കൊന്നത്? യേശുക്രിസ്തുവിനെ ആരാ കൊന്നത്? ജൂതനല്ലേ? ആരാ കൊന്നത്? ജൂതനല്ലേ? ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയല്ലേ പിന്നെ ജൂതനെ കൊന്നത്? അങ്ങടിങ്ങടല്ലേ കൊന്നത്? ഇസ്ലാം അതിലുണ്ടോ? പാലസ്തീൻകാർ അതിലുണ്ടോ? സൗദി അറേബ്യക്കാരനുണ്ടോ? ഇപ്പൊ ഈ പിരിച്ചുവിടപ്പെട്ട സിറിയക്കാരനുണ്ടോ? ഇറാനുണ്ടോ? ഇടോ, ഏത് മുസൽമാനാണ് അങ്ങടിങ്ങടും കൊന്നത്? യേശുവിനെ കൊന്നു, സ്നാപക യോഹന്നാനെ കൊന്നു, പത്രോസിന്റെ കൈവെട്ടിക്കളഞ്ഞു, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ അവർ തന്നെ തൂക്കിക്കൊന്നു, അന്നാസും കയ്യാപ്പസും അതേമാതിരി പിലാത്തോസും കൂടി മഹാനായ യേശുവിനെ കൊന്നു. അന്നാസും കയ്യാപ്പസും മരുമോനും അമ്മായിയപ്പനും കേട്ടോ. ഈ രണ്ട് ജഡ്ജിമാരുള്ള അപ്പുറപ്പുറമുള്ള ജഡ്ജിമാർ ഈ
ചന്ദ്രചൂഡ് പോലെയുള്ള ആളുകളാണ്. അല്ലെങ്കിൽ അലഹാബാദ് കോടതിയിലെ ജഡ്ജി പറഞ്ഞില്ലേ, ഭൂരിപക്ഷം പറയുന്നത് ന്യൂനപക്ഷം കേൾക്കണം. കഴിഞ്ഞ ആഴ്ച ഹിന്ദു പറയുന്നത് മുസൽമാൻ കേട്ടോളണം, ഹിന്ദു പള്ളി പൊളിച്ചാൽ മുസൽമാൻ കണ്ടോളണം, ഹിന്ദു ബുൾഡോസർ വന്ന് തകർത്താൽ മുസൽമാൻ കേട്ടോളണം. അതാണ് അന്നാസും കയ്യാഫസും എന്ന് പറയുന്ന രണ്ട് ജഡ്ജിമാർ കൂടി യേശുവിനെ കൊന്നു. അത് യൂദാസാണ്, യൂദന്മാരാണ്. ഈ വലിയ വർത്താനം പറഞ്ഞിടോ, ഈ ജെറുസലേം പള്ളി നിങ്ങൾ കത്തിച്ചിരുന്നോ? വിളക്ക് കൊളുത്തിയിരുന്നോ? അല്ല അവിടെ അടിച്ചു വാരിയിരുന്നോ? അവിടെ ആരാ വന്നത്? എല്ലാ കൊല്ലം യാസർ അരാഫത്ത് മരിക്കുന്നവരെ അവിടെ വന്നു. അവസാനം പ്രിയപ്പെട്ടവർ, ഈ പള്ളി ആരാ പുതുക്കി പണിതത്? ഉമർ ഖലീഫയാണ്. ഒരിക്കലും ഉമർ ഖലീഫ പോകുമ്പോൾ ചീഞ്ഞ മണം ജെറുസലേം പള്ളിയിൽ നിന്ന്. ഉമർ കയറി നോക്കി, 6 അടി പൊക്കവും വലിയ വിരിമാറും ഒരു കുതിര നിറച്ചിരിക്കുന്ന ആളാണ് ഈ ഉമർ ഖലീഫ എന്ന് പറയുന്നത്. ഒരിക്കലേ കരഞ്ഞുള്ളൂ, നബി മയ്യത്താകുമ്പോൾ. പിന്നെ അദ്ദേഹം അബൂബക്കറിനോട് പിണങ്ങി പോവാണ് ചെയ്യുന്നത്. കുറച്ചാൽ വീട് തിരിച്ചു വരും. ആ ഉമർ ഖലീഫ നോക്കുമ്പോൾ ചീഞ്ഞ മണം. അങ്ങനെ ഉമർ ഖലീഫ അത് അടിച്ചു വാരി വൃത്തിയാക്കി. ആ സമയത്ത് ഒരു ബാങ്ക് വിളി കേൾക്കും. അപ്പൊ ഉമർ ഖലീഫ ഇറങ്ങും. അപ്പോ ഇസ്രായേലി പറയും, അവിടെ നിസ്കരിച്ചോളാൻ പറയും. ഉമർ ഖലീഫ പറയും, വേണ്ട, എന്റെ കബറടക്കം കഴിഞ്ഞ് ഞാൻ മയ്യത്തായാൽ ഞാൻ നിസ്കരിച്ച ഈ പള്ളി മുസൽമാന്റെ ആണെന്ന് മുസ്ലിം വാദിക്കും. അതുകൊണ്ട് ഞാനൊരു പാറയുടെ മുകളിൽ നിന്ന് നിസ്കരിച്ചോളാം. ആ പാറ വേണമെങ്കിൽ നാളെ മുസൽമാൻ അവകാശപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ ഉമർ ഖലീഫയുടെ പ്രസ്ഥാനം, ആ മതം പ്രിയപ്പെട്ടവരെ ഇന്ത്യക്ക് വേണ്ടാത്തതാണോ? 14 കോടി മുസൽമാൻ ഇന്ത്യക്ക് വേണ്ടാന്നാണോ? ഇന്ത്യയെ വെട്ടിമുറിക്കാനാണോ RSS ശ്രമിക്കുന്നത്? ഇന്ത്യയെ വെട്ടിമുറിക്കപ്പെട്ട പഴയ സർദാർ വല്ലഭായ് പട്ടേൽ അതേ തന്ത്രം. പാകിസ്ഥാൻ പോയി ബാക്കി ഇന്ത്യ. ഇനി ഇസ്ലാം ബാക്കിയുള്ള 14 കോടി പോയി ബാക്കി ഇന്ത്യ. അവിടേക്കാണ് പ്രിയപ്പെട്ടവരെ RSS രാജ്യത്തെ കൊണ്ടുപോകുന്നത്. എന്നാൽ സീതാറാം യെച്ചൂരിയുടെ ഇടപെടലിന്റെ ഭാഗമായി, CPM-ന്റെ ഇടപെടലിന്റെ ഭാഗമായി പ്രിയപ്പെട്ടവരെ പഴയതൊന്നുമില്ല. RSS-ന് 241 ഉള്ളൂ. 306 കുറഞ്ഞ് 241. ആടുരാമ, ചാടുരാമ, ചഞ്ചാട് രാമ. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും കളിക്കുന്ന കളിയുടെ ഒപ്പം നിൽക്കണം. അത്രയ്ക്കൊന്നും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇനി ഇന്ത്യയെ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയില്ല. RSS യെച്ചൂരിയുടെ നിരന്തരമായി അനവരതമായുള്ള ഇടപെടൽ. ഒരുപക്ഷെ യെച്ചൂരി രക്തസാക്ഷിയായ സഖാവാണ്. ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനകത്ത് ശ്വാസകോശത്തിൽ തടസ്സം വന്ന് മരുന്ന് മേടിച്ച് കഴിച്ച് മര്യാദയ്ക്ക് ഡോക്ടറെ കാണാതെ കൃത്യമായി ചികിത്സയ്ക്ക് പോകാതെ എല്ലാവരെയും കാണാൻ, ഈ വേർപിരിഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാരെ മുഴുവൻ കാണാൻ എല്ലാവർക്കും പ്രധാനമന്ത്രിയാവണം. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചൊരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കി. പൂർണ്ണമായില്ല. ഈ കണ്ണൂരിൽ 23-ാം പാർട്ടി കോൺഗ്രസ് ചേർന്നില്ലേ കണ്ണൂരിൽ? അന്ന് നിങ്ങളൊരു പ്രമേയം പാസാക്കി. ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്താ? പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ എന്തായിരുന്നു? ആ പൊളിറ്റിക്കൽ റെസൊല്യൂഷനാണ് എന്ത് വില കൊടുത്തും BJP-യെ തടയുക. എന്ത് വില? അവനവനെ തന്നെ വില. ആ വിലയാണ് യെച്ചൂരി നൽകിയത്. അവനവനെ തന്നെ വില. ഒരു പരിധിവരെ ഞങ്ങൾക്ക് തടയാൻ കഴിയും. കേരളത്തിൽ ഞങ്ങൾ എത്രയോ ദശാബ്ദങ്ങളായി തടയുന്നു. കേരളത്തിൽ പ്രിയപ്പെട്ടവർ എത്ര ദശാബ്ദങ്ങളായി സംഘപരിവാറിന്റെ വളർച്ചയെ ഞങ്ങൾ തടയുന്നു. ഒരു പള്ളിക്ക് കാവൽ നിന്ന് രക്തസാക്ഷിയായ പോലെ പ്രിയപ്പെട്ടവരെ എത്ര ആളുകളാണ് എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയായിരുന്നു, പെങ്ങളുടെ ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടിയായിരുന്നു. അതിനല്ലല്ലോ ഈ മരിച്ച രക്തസാക്ഷികൾ ഒന്നും അതിനല്ലല്ലോ. RSSകാർക്ക് മനസ്സിലായി, ഇവനെ കൊന്നില്ലെങ്കിൽ ആ പ്രദേശത്തെ CPM-ന്റെ വളർച്ച തടയണമെങ്കിൽ ഇവനെ കൊല്ലണം. ഇവനെ തടഞ്ഞില്ലെങ്കിൽ RSS-ന്റെ നേരെ പ്രതികരിക്കും, അവനെ കൊല്ലണം. ഇവനടങ്ങുന്നവൻ നല്ല പ്രാസംഗികനാണെങ്കിൽ അവനെ കൊല്ലണം. ഇവൻ നല്ലവണ്ണം സംഘാടകനാണെങ്കിൽ അവനെ കൊല്ലണം. ഇടപെടുന്നവനാണെങ്കിൽ അവനെ കൊല്ലണം. എത്ര ആളുകളെ കൊന്നു? 400-ലധികം. CPM-നെ കൊല്ലാത്തവരായി ആരുണ്ട്? 69 ആളെ കോൺഗ്രസ് കൊന്നിട്ടുണ്ട് കേരളത്തിൽ. 26 ആളെ SDP കൊന്നു കേരളത്തിൽ. 19ഓളം വരുന്ന ആളുകളെ ലീഗ് കൊന്നു കേരളത്തിൽ. പോപ്പുലർ ഫ്രണ്ട് കൊന്നു കേരളത്തിൽ. കേരള കോൺഗ്രസുകൾ അനൂപ് ജേക്കബിന്റെ പാർട്ടി വരെ കൊന്നു. ഈ പാർട്ടി പ്രിയപ്പെട്ടവരെ മരിച്ചു പോയി. ഇടിയുടെയും വെടിയുടെയും മരണത്തിന്റെയും മുമ്പിൽ പകച്ചു നിൽക്കാത്ത ഭൂതകാലത്തിന്റെ ഭാഗം. ഇടികൾ അടികളൊക്കെ മേല് വന്ന് കൊള്ളിലും പൊടി തുടച്ച് ചിരിച്ചിരിച്ച് മാറുകാട്ടി പോകാം എന്ന് പറഞ്ഞ സമര പോരാട്ടത്തിന്റെ പഴയ ഭൂതകാലം. മരണത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്തതിന്റെ ഭൂതകാലം. എല്ലാം ത്യജിക്കാനും ത്യാഗം അനുഭവിക്കാനും ഒളിവിൽ പോകാനും പ്രിയപ്പെട്ടവരെ ഭീകരമായി മർദ്ദനമേൽക്കേണ്ടി വന്ന കാലം. പോലീസുകാരനെ കാണാതെ മനക്കര അകത്ത മുകളിൽ പൊളിച്ച് തിരുവിതാംകൂറിൽ, ആലപ്പുഴയിൽ
മനയുടെ മുകളിൽ ഒരിക്കലും പോലീസ് വരില്ല എന്ന് വിചാരിച്ച സഖാക്കൾ ഓടിക്കേറി. 6-7 ദിവസം കഴിഞ്ഞു, ഭക്ഷണമില്ല. മനയിലെ നമ്പൂരിക്കും അറിയില്ല ഈ മുകളിൽ ആരാ. അവസാനം എന്തുണ്ടായി? വിശന്ന് പൊരിയുന്നു, പല്ലെല്ലാം കുതരിക്കുന്നു. ഓർമ്മയുണ്ടോ? മനയ്ക്കലെ മൺചുമരിൻ്റെ മണ്ണടർത്തിയെടുത്ത് ആ മൺചുമരിലേക്ക് കണ്ണടച്ച് മൂത്രമൊഴിച്ച് ആ മൂത്രമൊഴിച്ച ആ സാധനം എടുത്ത് ഞെരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്വാസം മുട്ടി ബോധം കെട്ട് അയ്യോ എന്ന നിലവിളി കേട്ടിട്ടല്ലേ നമ്പൂരിക്കാരി വരുന്നേ. അപ്പോഴാ കാണുന്ന 5-6 ആൾ മണ്ണ് തിന്നുകൊണ്ട് കിടക്കും. കമ്മ്യൂണിസ്റ്റുകാരുടെ കഥ വലുതാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ DYFയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കാലം, അവസാനത്തെ 1.5 കൊല്ലക്കാലം ഒരു യൂത്ത് വെൽഫെയർ ഫണ്ട് ഒരു വൈസ് ചെയർമാൻ സ്ഥാനമുണ്ടായി. ആ സമയത്ത് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മാരാരിക്കുളത്ത് പാർട്ടി ഓഫീസിന്റെ താഴെയുള്ള ഒരു കടയിൽ ഒരു നാരായണൻ ചേട്ടൻ ഒരു കടയുണ്ട്, നല്ല ദോശ കിട്ടും. അവിടെ ദോശ കഴിക്കാൻ ഇങ്ങനെ കയറുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ പേടിച്ചിരിക്കുന്നു ആ മാരാരിക്കുളം പാർട്ടി ഓഫീസിന്റെ മൂലയിൽ. ഞാൻ അയാളോട് ചോദിച്ചു, നാരായണേട്ടനോട്, ധാരാണ്. അപ്പോൾ നാരായണേട്ടൻ്റെ കണ്ടമൊന്ന് ഇടറി. വലിയ കഥയാണ് ആ സ്ത്രീ എന്ന് പറഞ്ഞു. വലിയ തലമുടിയെല്ലാം നരച്ച്, 2000-ലാണ് ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി. അന്ന് തലമുടിയെല്ലാം നരച്ച് കണ്ണെല്ലാം നിന്ന് ഒരു 2 വടിയുടെ സഹായത്താൽ ഇരിക്കുന്നൊരു സ്ത്രീ. ഇടയ്ക്കിടയ്ക്ക് അവർ എണീറ്റ് ഓടും. അപ്പോൾ അവർക്ക് കാലിന് ഓടാൻ പ്രയാസമില്ല, വടിയും വേണ്ട. അവരോടുമ്പോൾ വിളിച്ചു പറയും, പട്ടാളം വരുന്നടാ ഓടിക്കോ, പട്ടാളം വരുന്നടാ ഓടിക്കോ. ഏതാ പട്ടാളം? അവരെ 2 മക്കൾ പുന്നപ്ര വയലാറിൽ വെടിയേറ്റ് മരിച്ചവരാണ്. പുന്നപ്ര വയലാറിൽ വെടിയേറ്റ് മരിച്ച 2 മക്കളുടെ മൃതശരീരം കണ്ട് മാനസികാസ്വസ്ഥയുടെ ഭാഗമായി എത്ര ചികിത്സിച്ചാലും രോഗം മാറാത്ത തരത്തിൽ ഭ്രാന്തിയായി കീറത്തുണിയും മുഷിഞ്ഞ മുണ്ടും അതേമാതിരി നരച്ച മുടിയുമായി ഈ മലയാളക്കാരുടെ കൺമുമ്പിൽ ചോദ്യവും ചോദ്യചിഹ്നവുമായി നിൽക്കുകയാണ്. മക്കളെ ഓടിക്കോടാ, പട്ടാളം വരുന്നുണ്ട്. ഇതാണ് കേരളം. വെടിയേറ്റ് 1000 മലറി മരിച്ചു. ചുടിച്ചോരയ്ക്ക് എന്തൊരു ചങ്കൂറ്റം. വേലാർ രാമവർമ്മ മരിച്ചവരുടെ ചങ്കൂറ്റമല്ല പറഞ്ഞത്, ചോരയ്ക്ക് എന്തൊരു ചങ്കൂറ്റം ഒഴുക്കുകയാണ്. ഇങ്ങനെ അനഘാശയൻ എന്ന് പറയുന്ന ഒരു പാവം പയ്യൻ, 16 വയസ്സുകാർ, 46 തുലാം 10-ാം നാളിൽ രാജാവിന്റെ പിറന്നാൾ ദിവസം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ പ്രിയപ്പെട്ടവരെ കടന്നു പോകുന്ന KC ജോർജിന്റെയും സൈമണാശാന്റെയും അതോടൊപ്പം തന്നെ KV പത്രോസിന്റെയും സമരം. പത്രോസിന് വെടികൊണ്ട് കാലിമ്മലാണിയേറ്റ് ബോധരഹിതമായി വായന്ന് ചോര വന്ന് ഇങ്ങനെ കിടക്കുക. പിടയുന്ന പത്രോസ് കയറി പിടിച്ചത് ഒരു കൊച്ചു പയ്യന്റെ ഇളം കയ്യിൽ. അനഘാശയൻ എന്ന പയ്യൻ അന്ന് അടയ്ക്കാര വാരി തൂകി വാരിക്കൊന്തമുണ്ടാക്കുമ്പോൾ ഈ പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പിൽ വരുന്നത് പത്രോസ് ശ്രദ്ധിച്ചു. പത്രോസ് ചോദിച്ചു, നിനക്ക് സ്കൂളിൽ നീ പഠിക്കാൻ പോകുന്നില്ലേ? പഠിച്ചാൽ മതി, പഠിക്കാനാണ് ഞങ്ങൾ ഈ കുന്തമുണ്ടാക്കുന്നത്, നിനക്ക് പഠിക്കാൻ. നീ ഒരിക്കലും ഞങ്ങളുടെ കൂടെ വരരുത്. ഞങ്ങൾ മരിച്ചാൽ നാളെ ഞങ്ങൾ മരിച്ച കഥ പറയേണ്ടവനാ നീ. പക്ഷേ അനഘാശയൻ അത് കേട്ടില്ല. സ്വന്തം ജ്യേഷ്ഠനോടൊപ്പം അനഘാശയൻ ആ സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷിയായി. ഇന്നും പ്രിയപ്പെട്ടവരെ അനഘാശയ കുന്നുണ്ട്, ആലപ്പുഴയിൽ അനഘാശയ കുന്നുണ്ട്. വാടിക്കരിഞ്ഞൊരു ചെമ്പകമരവുമുണ്ട്. വാടിക്കരിഞ്ഞൊരു ചെമ്പകരം. വയലാറിൽ വെടിയേറ്റ് തുളവീണ തെങ്ങിനും രണനായകന്മാർക്കും പ്രായമായി എന്ന് തിരുനെല്ലൂർ കരുണാകരൻ കരഞ്ഞുകൊണ്ടെഴുതിയ കവിതയുമുണ്ട്. വിപ്ലവം, പോരാട്ടം, വിശപ്പ്, മർദ്ദനം, കലാപം, അതിന്റെ ഭാഗമായി ഒളിവിൽ പോകൽ, സ്വന്തം ഭാര്യയടക്കം നിരവധി പ്രാവശ്യം ബലാത്കാരത്തിന് വിധേയമായിട്ടും തിരിച്ചു വരുമ്പോൾ ഭാര്യയുടെ മൂർധാവിൽ തലോടി അതൊക്കെ പോട്ടേന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഉണ്ട് കേരളത്തിൽ. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഭാര്യയുടെ തലയിൽ തലോടിയിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞു, പോട്ടടി, ശരീരത്തെ മയൽക്കുന്ന ആഘാതം പുല്ലായി കരുതുമോളെ. കമ്മ്യൂണിസ്റ്റുകാർ പ്രിയപ്പെട്ടവരെ പോരാടി പോരാടി ഉണ്ടാക്കിയെടുത്താണ് ഈ കേരളം. ഞങ്ങളുടെ ഗവൺമെന്റിനെ കുറ്റം പറയും. 57 ഞങ്ങൾ ഉണ്ടാക്കിയതല്ലോ കുടിയടപ്പവകാശം. 57 തന്നെ ഞങ്ങൾ കൊണ്ടുവന്നതല്ലേ വിദ്യാഭ്യാസ ബില്ല്. 67 ഞങ്ങൾ കൊണ്ടുവന്നല്ലേ കാർഷിക ബന്ധ നിയമം. 80 ഞങ്ങൾ കൊണ്ടുവന്നല്ലേ പെൻഷൻ. 4 10-ന്റെ നോട്ടും ഒരു 5-ന്റെ നോട്ടും പിന്നെ തുടങ്ങിയതായി പെൻഷൻ. 4 10-ന്റെ നോട്ടും 5-ന്റെ നോട്ടും. സഖാ VK നായനാർ, ഏറമ്പാല കൃഷ്ണൻ നായനാർ, കൃഷ്ണ തുളസിയുടെ മണമുള്ള നായനാർ. ആ നായനാർ കൊടുത്തതാണ് ഈ 45 രൂപ. അറിയോ? ഇപ്പൊ കോൺഗ്രസ് 3 മാസം പെൻഷൻ കിട്ടാതെ വന്നപ്പോ പെൻഷൻ ഇല്ല. നിന്റെ അപ്പനാണല്ലോ പെൻഷൻ കൊടുത്തത്. ഈ പെൻഷൻ നായനാർ നിയമസഭയിൽ പൈലറ്റ് ചെയ്യുമ്പോൾ കന്നാരൻ നായനാർ ഉത്പാദനക്ഷമരമില്ല. ഇപ്പൊ നായനാർ പറഞ്ഞോടോ, ഈ പുകല ഉണങ്ങിയ പോലുള്ള കർഷകത്തൊഴിലാളി ഇന്ന് താൻ എന്തോ ഉത്പാദന പ്രതീക്ഷിക്കണമെന്ന് വെച്ചു. അത് നായനാർ മാത്രം പറഞ്ഞാലേ ശരിയാവും, ഞാൻ പറഞ്ഞത് തെറിയാവും.
നായനാർ അങ്ങനെ ഒരു മനുഷ്യനായി. ആരോടും പറയാം, ആരോടും ചിരിക്കാം. കർഷകോത്തരാളി പെൻഷൻ മാത്രമല്ല, കയർ, കൈത്തറി, കള്ളുചെത്ത് എല്ലാവർക്കും പെൻഷൻ. 87 ഗവൺമെന്റ് വരുമ്പോൾ വിധവാ പെൻഷൻ, അംഗനവാടി പെൻഷൻ, വികലാംഗ പെൻഷൻ. ഇന്ന് കേരളത്തിൽ 62 ലക്ഷം പേർക്ക് പെൻഷനുണ്ട്. 62 ലക്ഷം പേർക്ക് പെൻഷൻ. ലോകത്തുള്ളൊരു സംസ്ഥാനം കേരളമാണ്. കോൺഗ്രസ് എഴുതി വെച്ചോ, ഞങ്ങൾ 15 60 മാസം, 12 24 എന്ന് പറഞ്ഞാൽ 2 കൊല്ലം, 60 മാസം 5 കൊല്ലം, 24 മാസം 2 കൊല്ലം, 7 കൊല്ലം ഒറ്റ മാസവും പെൻഷൻ മുടങ്ങാതെ ഞങ്ങൾ കൊടുത്തു. ഒരു 3 മാസം ഞങ്ങൾ പെൻഷൻ മുടങ്ങിയപ്പോൾ ഉണ്ടായ ബഹളം എന്താ? പെൻഷൻ മേടിക്കുന്നവരും പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ചൊവ്വല്ല. പരമാവധി പറഞ്ഞൊക്കെ ബോധ്യപ്പെടുത്തി. 3 മാസത്തെ പെൻഷൻ 84 മാസം കൊടുത്തിട്ട് 3 മാസത്തെ പെൻഷൻ മുടങ്ങിയപ്പോൾ ഇവിടുത്തെ പ്രിയപ്പെട്ടവരെ ഉദ്യോഗസ്ഥന്മാർക്ക് 1 കൊല്ലത്തിൽ 2 പ്രാവശ്യം ശമ്പള പരിഷ്കരണം അറിയാതെ കൊടുത്തു. 1 കൊല്ലം കൊടുത്ത അവരും പടങ്ങി. 31 തീയതി കിട്ടേണ്ടത് 1 തീയതി. ഇനി ഈ ഗവൺമെന്റ് വെച്ചുപിടിപ്പിക്കാൻ പറ്റും. 1 തീയതി പോയി. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഒരു പാരസെറ്റമോൾ ഗുളിക കാസർഗോഡ് ഹെൽത്ത് സെന്ററിൽ കൊടുത്ത് നെയ്യാറ്റിൻകര ഹെൽത്ത് സെന്ററിൽ എത്തിക്കുമ്പോ പെർ ഡേ 2 കോടി വേണം. 30 ദിവസത്തിൽ 60 കോടി ഈ മരുന്നിന് വേണം. ഒറ്റ ആശുപത്രിയും കേടല്ലപ്പോ. മറ്റേ മൂത്ര മണം മാത്രമുണ്ടായിരുന്ന ആശുപത്രികളല്ലല്ലോ. ആശുപത്രികൾ എന്നാ നേരാവാൻ തുടങ്ങിയത്? ശ്രീമതി ടീച്ചറുടെ കാലം മുതൽ അതിന്റെ ബേസ്മെന്റ് ആരംഭിച്ചു. ആദ്യമായി ശ്രീമതി ടീച്ചർ വരുന്ന കാലത്ത് ഈ ആശുപത്രികൾ ടൈലിടാൻ തുടങ്ങി. പോസ്റ്റ്മോർട്ടം മുറിയിൽ വാതിൽ വന്നത്, ചെടിച്ചട്ടിയിൽ പൂക്കൾ വന്നത്. ശൈലജ ടീച്ചറുടെ കാലത്ത് ആ പൂക്കൾ വസന്തമായി. അവിടെ നിന്ന് പ്രിയപ്പെട്ടവരെ വീണ ജോർജിന്റെ കാലത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ തുടരുകയല്ലേ? കേരളത്തിലെ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും എല്ലായിടത്തും മെഡിക്കൽ കോളേജ്. നിങ്ങളുടെ കാലത്ത് മെഡിക്കൽ കോളേജ്, ഇപ്പൊ മെഡിക്കൽ കോളേജ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആന ഒരു മൃഗമാണ്, ആടൊരു മൃഗമാണ്. അതിൽ ആനാശ്രമം ആടുന്നൊന്നും ആരും എഴുതരുത്. അവിടെ മാത്രമാണ്. സ്കൂളുകൾ ഹൈടെക്കായി. 13 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ ഗവൺമെന്റ് സ്കൂളിലേക്ക് വന്നു. ഇതിൽ പൊളിഞ്ഞ എല്ലാ പാലങ്ങളും പടുത്തു. 511 പാലം. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ 5 വർഷക്കാലം പിണറായിയുടെ ഗവൺമെന്റിന്റെ ആദ്യത്തെ 5 വർഷം എന്താ? എല്ലാ പ്രകൃതി ദുരന്തവും പേരിട്ട് വന്നു. വെള്ളപ്പൊക്കം 1, വെള്ളപ്പൊക്കം 2, വെള്ളപ്പൊക്കം 3, വലിയ വെള്ളപ്പൊക്കം, ചെറിയ വെള്ളപ്പൊക്കം, ഇടത്തരം വെള്ളപ്പൊക്കം. പിന്നെയോ ഓഖി വലുത്, ഓഖി ചെറുത്. പിന്നെയോ നീപ്പ വലുത്, നീപ്പ ചെറുത്. എല്ലാം അതിനെ എല്ലാം ഗവൺമെന്റ് നേരിട്ടു. പേടിക്കണ്ട എന്ന് മുഖ്യമന്ത്രി മുമ്പിൽ വന്ന് പറഞ്ഞു. ജാഗ്രത മതി. അപ്പൊ പോയി കോൺഗ്രസ്സുകാർ പറഞ്ഞു, എന്തൊരു തള്ളാണ്, 3ന്റെ മോട്ടറും 10ന്റെ തള്ളും. ഞങ്ങൾ എന്ത് പറയണം? ആശുപത്രി കിടക്കുന്ന ഒരു രോഗി മരണാസന്നമായി മരിക്കുമെന്ന് ഉറപ്പ് ഡോക്ടർ പറഞ്ഞ് നമ്മളോട് പറയണത്, കൂട്ടുകാരനാണ് നമ്മൾ പറയും ഒരു 2 മണിക്കൂറുള്ളിൽ മരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? രോഗിയോട് ഇത് പറയേണ്ടത്, നിങ്ങൾ 2 മണിക്കൂറുള്ളിൽ മരിക്കുമെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് പറയണം. അതെയോ, ഞാൻ ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യണ കാര്യമാണ് പറഞ്ഞതെന്ന് പറയണോ? മാന്യന്മാർ പറയുന്നത് രണ്ടാമതാണ്. ആഗസ്റ്റ് 14 തീയതി രാത്രി മഴ പെയ്തു. ആഗസ്റ്റ് 14, 15, 16, 17 4 ദിവസത്തെ മഴ. 4 ദിവസത്തെ മഴ ലോകത്തുണ്ടാവാത്ത ദുരന്തം. ആ 17 പകരം 18 19 കൂടി തുടർന്നാൽ കേരളം പ്രിയപ്പെട്ടവരിൽ ലക്ഷക്കണക്കിന് ആൾ മരിക്കും. എല്ലാ ഡാമും പൊളിയും. പിണറായി വിജയൻ എന്ത് പറയണം പത്രസമ്മേളനത്തിൽ? സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഈ 17 കഴിഞ്ഞ് 18 19 മില്യമോടി മഴ പെയ്ത നമ്മൾ 10-15 ലക്ഷം ആൾ മരിക്കും, എന്നാലും ഭയപ്പെടരുത് എന്ന് പറയണോ? ജാഗ്രത, അതാണ് ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആളുകൾ ചാക്ക് കണക്കിന് അരി മേടിക്കില്ലേ? അപ്പൊ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അത്ര അരിയൊന്നും മേടിക്കണ്ട, ഓണത്തിന് ചന്തയ്ക്ക് കൊണ്ടുവന്ന അരി ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾ ഭയപ്പെടണ്ട, അരിയുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ മുഖ്യമന്ത്രിയുടെ ധർമ്മം. അതാണ്. അതിനെല്ലാം നേരിട്ടു. ആ ഗവൺമെന്റിനെ നിലത്ത് തൊടാൻ അനുവദിച്ചു. പത്രക്കാരോട് പറഞ്ഞില്ലേ, ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിന് ശമ്പളത്തിൽ നിന്ന് പൈസ കൊടുക്കില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞില്ലേ? BJPയുടെ യൂണിയൻ പറഞ്ഞില്ലേ? കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലേ? ആ ഗവൺമെന്റിന് തന്ന അരിയുടെ കാശും പട്ടാളം വന്നതും അന്ന് കൊണ്ടുവന്ന ബ്രെഡിന്റെ പൈസയും കേന്ദ്രം പിടിച്ചു. എന്നിട്ടും പിണറായി ഗവൺമെന്റ് പിടിച്ചു. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായി നല്ലത് ആരെങ്കിലും പറഞ്ഞു, എല്ലാം തെറിയും. ഈന്തപ്പഴം മേടിക്കുക, കുരുകളയാ സ്വർണം കയറ്റുക. ഖുറാൻ മേടിക്കുക, കീറിക്കളയാ സ്വർണം കയറ്റുക. ആഴ്ചയിൽ പിണറായി വിജയന്റെ വീട്ടിലേക്ക് സ്വർണത്തിന്റെ ബിരിയാണി ചെമ്പ് കൊണ്ടുവന്ന് വയ്ക്കുക. എന്തായിരുന്നു വാർത്ത? വാർത്തയോട് വാർത്ത. പിണറായി വിജയൻ എന്ന് പറയുന്ന ഗജപോത്തിരി വാടാപ്പോട എന്ന് വിളിക്കുന്നു. ഇത് വാടാപ്പോട.
അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കൂടി വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും പത്രക്കാരനൊരു കുടൽ കൊണ്ട് അകത്ത് വെച്ചിട്ട് വെച്ചാൽ മാറും എന്ന് പറഞ്ഞാൽ തെറ്റി. പത്രക്കാർക്ക് എന്താ നമുക്കില്ലാത്ത അവകാശം ഏതാ പത്രത്തിനുള്ളത്? ഏത് പത്രത്തിനാ അവകാശമുള്ളത്? പൗരാവകാശം ഞങ്ങളെക്കാൾ കൂടുതൽ പത്രത്തിനുണ്ടോ? മനുഷ്യാവകാശം ഞങ്ങളെക്കാൾ കൂടുതലുണ്ടോ? സ്വകാര്യ ജീവിതത്തിന്റെ അവകാശം ഞങ്ങൾക്ക് നിങ്ങൾക്കും തുല്യമല്ലേ? ഇതാ പിന്നെ അകത്ത് കയറി വരുന്നത്. ഞങ്ങളൊന്ന് മാറി നിൽക്കടാന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പൊ സുരേഷ് ഗോപി എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ വേ ഔട്ട് ഇത് പത്രക്കാർക്ക് മനസ്സിലായില്ലേ? മാറടാ വഴിയെന്നാണ്. മാറടാന്നും വേണമെങ്കിൽ അതിനെ പറയാം, ബാറഡ ഡാഷ് ഡാഷ് മോനെ എന്ന് നോക്കാം. ഒരു പത്രക്കാർക്കും വിഷമമുണ്ടായില്ലല്ലോ. റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞു തന്നെ ഒന്ന് എനിക്ക് കാണണം സുരേഷ് ഗോപി. അപ്പോൾ ഇവർ വിചാരിച്ച പോലെ സ്മാർട്ട് ഫോൺ കൊടുക്കാനായിരിക്കുന്നു. മറ്റു പത്രക്കാർ നിങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് റിപ്പോർട്ടർ മതി. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ചെന്നപ്പോൾ ബന്ധുടായി ഭരചന്ദ്രൻ IPS കയറി അങ്ങോട്ട് താങ്ങി. ഇവിടെ പത്രക്കാരൻ മിണ്ടിയോ? ഏതെങ്കിലും പത്രക്കാരൻ വർത്താനം പറഞ്ഞോ? കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തൊടയിലെ കാക്കപ്പുള്ളിയെ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് അത് മലയാണ്, അത് കാടാണ് എന്ന് വിശദീകരിക്കുന്നവരോട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് മീനാക്ഷി മുഖർജി ആദ്യം തുടങ്ങിയ അതിലേക്കാണ്. 34 കൊല്ലം ബംഗാൾ ഭരിച്ചപ്പോൾ ഒറ്റ ബംഗാളിയും കേരളത്തിൽ വന്നില്ല. ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്ന കാലത്ത് ഏതെങ്കിലും ബംഗാളി കുഴിമന്തി ഉണ്ടാക്കാൻ കേരളത്തിൽ വന്നോ? എന്താ വരാഞ്ഞത്? അന്ന് അവന് കുഴിമന്തി ഉണ്ടാക്കാൻ അറിയാത്തോണ്ടാ? അന്ന് അവിടെ സുഭിക്ഷിയുള്ളത് കൊണ്ടാണ്. എന്താ ഇന്ന് വരുന്നത്? പട്ടിണി മാറാൻ വേണ്ടി മാത്രമല്ല, സുരക്ഷിതത്തിനാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആ വെള്ളപ്പൊക്കം 2018 വെള്ളപ്പൊക്ക കാലത്ത് എൻ്റെ വീട് ചാലക്കുടിയുടെ തീരത്താണ്. ചാലക്കുടി പുഴയുടെ തീരത്താവുമ്പോൾ പിന്നെ കഥ പറയേണ്ട കാര്യമില്ല. വീടിൻ്റെ പറമ്പിൽ ഏതിലേക്ക് വെള്ളം പോടുന്ന ആർക്കും അറിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ വരും, പട്ടാളക്കാർ വെറുതെ കൈകൊണ്ട് കാണിച്ചാൽ മതി, അപ്പോൾ താഴേക്ക് വരും. ആരോ കൈകൊണ്ട് കാണിച്ചു, എൻ്റെ വീട്ടിലെ ബാത്റൂമും കുളിപ്പ് മുറിയിലെ എല്ലാ ആസ്പെക്ടസും പറഞ്ഞുപോയി. അപ്പോൾ ഞാനാണെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്ന സമയം ഭാര്യ പറഞ്ഞു, ഏതായാലും നിങ്ങൾ വീട്ടിലിരിക്കല്ലേ, ഇതൊക്കെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കണ സമയത്ത് ഒരു ബംഗാളിയെ കൊണ്ടുവന്നു. അതാ പയ്യൻ, ആ പയ്യനാണ് ചെയ്തത്. കുറച്ച് മലയാളം അറിയാം. അങ്ങനെ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബീഡി വലിക്കുന്ന ആള്, ഞാൻ സിഗരറ്റ് വലിക്കാം, ബീഡി വലിക്കാം. ഇവരെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരൊരു 6-8 കെട്ട് ബീഡിയായിട്ടാണ് വരാം, ഒരു പാട്ടും മൊബൈലൊരു പാട്ടും. അപ്പോൾ അതിനൊരു ബീഡി എടുക്കാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ചേട്ടാ പോക്കറ്റിൽ നിന്ന് എടുത്തോളാം പറഞ്ഞു. ഞാൻ ആ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ബീഡി എടുക്കുമ്പോൾ അയാളുടെ ഐഡൻറ്റിറ്റി കാർഡും അയാളുടെ മൊബൈൽ ഇങ്ങനെ താഴെ വീഴും. അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് ഞാൻ നോക്കിയപ്പോൾ അയാൾ CPM ബംഗാളിലെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അറിയാതെ എൻ്റെ കൈയൊന്ന് വിറച്ചു. ഞാൻ ആ പയ്യനോട് ചോദിച്ചു, മോൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണോ? അപ്പോൾ അയാൾക്ക് അറിയാൻ തുടങ്ങി. ചേട്ടാ, ഒറ്റ മോനാണ് ഞാൻ. ബംഗാളിൽ നിന്ന് ഞാൻ ഓടിയിട്ട് എത്തിയത് കേരളത്തിലാണ്. വാപ്പ പറഞ്ഞത്, നീ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആയാ മതി, ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്താൽ മതി, ഒറ്റ മകനാണ്, തിരിച്ചു വരണ്ട. 34 കൊല്ലം ബംഗാൾ ഭരിച്ചപ്പോൾ ആരും വന്നില്ല. 91 വരെ സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നപ്പോൾ സദാം ഹുസൈൻ മരിച്ചില്ല, കേണൽ ഗദാഫി മരിച്ചില്ല, സിറിയയ്ക്ക് കുഴപ്പമുണ്ടായില്ല, പാലസ്തീൻകാരുടെ മുഖത്ത് നോക്കാൻ പോലും ഇസ്രായേലിന് ധൈര്യമുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ വേണ്ട എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നു, എന്തെല്ലാം നോണ. ഒന്നാമത്തെ ഈന്തപ്പഴത്തിൽ കുരു എടുക്കലാണെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി. ഞാൻ ഒരിക്കലും ഈന്തപ്പഴം കഴിക്കാത്തതിന്റെ കാരണം ഈ പഴത്തിന് നമുക്കൊക്കെ ചെറിയ വില കുറഞ്ഞാലേ മേടിക്കാൻ പറ്റൂ. അപ്പോൾ ഈന്തപ്പഴത്തിന് കുരു എടുക്കണമെങ്കിൽ കുരു ഇങ്ങോട്ട് വിളിക്കുമ്പോൾ തൊടുപുഴയ്ക്ക് പോകും. അപ്പോൾ അതിന് തപ്പിപ്പിടിക്കും. അത് വേണ്ടാന്ന് വെച്ചു. അതിൽ സ്വർണം നിറയ്ക്കുന്നു. പിന്നെയോ സ്വർണത്തിന്റെ ബിരിയാണി ചെമ്പ് പിണറായി വിജയന്റെ വീട്ടിൽ 10 ഞാൻ എണ്ണി. സ്വപ്ന ഒരു ആലുക്കാസിൻ്റെയോ 2 ആലുക്കാസിൻ്റെയോ സ്വർണ്ണം ഉണ്ടായോ ഒരു ബിരിയാണി ചെമ്പ് ഉണ്ടാക്കാൻ പറ്റൂ? ഇത് എണ്ണീന്നാ പറയുന്നത്. അന്നോണ. ഒന്നാമത്തെ 10 ആള് വേണം അതെടുക്കാൻ. 10 ആള് ഒരുമിച്ച് എടുത്ത ഒരു കാര്യം കേരളത്തിൽ ഉറപ്പാണ്, 2 ആൾ ഉറ്റും. ഉറപ്പാണ്. അപ്പം വരും ഇവിടെ ചുക്കളി ടൗണിൽ. എന്താണോ ഉറങ്ങിയിട്ടില്ല, ഒരു ചായ പിടിക്കാവുന്ന വെളുപ്പാൻ കാലത്ത്. എന്താണോ ഈ കാലത്ത് ചായ? ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്താ അത്? അയ്യോ, ഒന്നും പറയാൻ പറ്റില്ല. എന്താ? അതൊക്കെ വലിയ കാര്യമാണ്. എന്താണോ വലിയ കാര്യം? പുറത്ത് പറയരുത്. നമ്മൾ തമ്മിൽ ഇരിപ്പ് വശം വെച്ച് നീ എന്നോട് പറഞ്ഞു. ഇന്നലെ എൻ്റെ 2-8 കൂട്ടുകാരന്മാർ ഒരു സ്വർണത്തിൻ്റെ ബിരിയാണി ചെമ്പി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് എടുത്തു വയ്ക്കാൻ നോക്കിയപ്പോൾ കിട്ടാൻ പറ്റാതെ വന്നു. അപ്പോൾ വാട്സപ്പ് കൂട്ടുകാരായ അവർ എന്നെ വിളിച്ചു. ഞങ്ങൾ ഉടനെ വന്ദേ ഭാരതത്തിൽ കണ്ണൂരിൽ കയറി ക്ലിപ്പപ്സിൻ്റെ പരിസരത്ത് ചെന്ന് എടുത്തു വച്ചിട്ട് വരികയാണ്. കേരളത്തിൽ ഏത് കാര്യം ചെയ്താലും എന്തെല്ലാം നുണയാണ്. ഈ നുണപ്രപഞ്ചത്തിൻ്റെ ഇടയിലും പ്രിയപ്പെട്ടവരെ, 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇടതുപക്ഷം മുന്നണി തോക്കുന്നല്ല എല്ലാവരും വിചാരിച്ചത്. മലയാള മനോരമ പത്രം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മനോരമ, കോൺഗ്രസിലെ പ്രശ്നം പരിഹാരമായി. മുഖ്യമന്ത്രി ആദ്യം ഉമ്മൻചാണ്ടി തന്നെ, 3 കൊല്ലം ഉമ്മൻചാണ്ടിയും 2 കൊല്ലം രമേശ് ചെന്നിത്തല. അപ്പൊ എന്താ ഉറപ്പാക്കിയത് മനോരമ? വെറുതെ പറഞ്ഞല്ല, തലേ ദിവസം
RSPയുടെ പ്രേമചന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് 100-ലധികം സീറ്റോടെ ഐക്യമുന്നണി അധികാരത്തിൽ വരും. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അത്രയൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും 80-ന്റെ മുകളിൽ ഉണ്ടാവും. നമ്മളാകെ പകച്ചു. ഞാൻ അന്ന് 12 മണിക്ക് ശേഷം TV കണ്ടു, പേടിച്ചു പറച്ചിട്ട് എങ്ങനെ കാണും എന്ന് വെച്ച്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പൂവ് ചോദിച്ചപ്പോൾ പൂങ്കാവനമാണ് ജനം നൽകിയത്. ഈ നുണപ്രചരണത്തിനെ ആരെങ്കിലും വിശ്വസിച്ചോ? ഈ നുണ ശരിയാണെന്ന് ആരെങ്കിലും അംഗീകരിച്ചോ? ഇല്ല. കേരളത്തിൽ ചെയ്ത കാര്യത്തിനാണ് ജനം വോട്ട് ചെയ്തത്. ആ ജനം ഇനിയും വോട്ട് ചെയ്യുന്ന കണ്ടപ്പോഴാണ് RSS നരേന്ദ്രമോദി ചവിട്ടി പിടിക്കാൻ തുടങ്ങിയത്. പണം തരില്ല. പണമില്ലാതെ വന്ന എല്ലാ നടപടിക്രമങ്ങളും മുടങ്ങുന്ന അയാൾക്കറിയാം. അയാൾ അതാണ് ചെയ്ത്. ചൂരൽമടയിൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് കുടുംബം നഷ്ടപ്പെട്ട് ഡസൻ കണക്കിന് 100-ലധികം 464 കണക്ക്, ഇരട്ടിയുണ്ടാവും. ആ മതശരീരങ്ങൾ അഴുകി നടന്ന അന്ന് ഇയാൾ വന്ന് മതശരീരങ്ങളെ കണ്ടുപോയി. ഒരാഗ്രഹം, കുറെ കൊന്നിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രി ആകുമ്പോൾ പറ്റാത്തതുകൊണ്ട് കാണാൻ വന്നതായിരിക്കും. അതെല്ലാം കണ്ടുപോയി. കൊച്ചിന് പോയി ഒരു ഉമ്മയും കൊടുത്തു. വാട്സപ്പ് ഗ്രൂപ്പിൽ RSS കുട്ടികൾക്ക് പോലും എന്തൊരു ഇഷ്ടമാണ് മോഡിയെ. എങ്ങനെ? കട്ടിയുള്ള രോമം കുഞ്ഞിന്റെ മൃദുലമായ കവിളിൽ കിടന്ന് ഒരഞ്ഞാ പിന്നെ കുട്ടി നൊരൊളിക്കണോ ചിരിക്കണോ? ചിരിച്ചായിന്റെ അർത്ഥം ഇവർ ഒരുമിച്ച് ക്ലാസ്സിൽ പഠിച്ചവരാണെന്നാണോ? അങ്ങനെയാണോ കണക്കാക്കേണ്ടത്? അല്പത്തരത്തിന് കയ്യും കാലം മുളച്ചാൽ അത് RSS ആണ്. അത് തർക്കമില്ലാത്തതാണ്. നരേന്ദ്രമോദി വന്നുപോയി ഉമ്മയല്ലാതെ വേറെ എന്ത് തന്നു? കൊറ്റിനില്ലാത്തവൻ കോപ്പ് മോഹിക്കുമോ, വറ്റിനില്ലാത്തവൻ പാൽകുടി ചീടുമോ, വീട്ടിലുണ്ടെങ്കിൽ വിരുന്നു ചോറും കിട്ടുമെന്ന് കുഞ്ചൻ നമ്പ്യാര് പാടിയ പോലെ നയാ പൈസ തരാത്ത പ്രധാനമന്ത്രി, നയാ പൈസ തരാത്ത ഒരു സിനിമാ നടൻ സുരേഷ് ഗോപി. ഈ രണ്ടുപേരല്ലാതെ മുഖ്യമന്ത്രി സ്റ്റാലിനും കർണാടക മുഖ്യമന്ത്രിയും തന്നു. തരാത്ത രണ്ടുപേർ ഇവരാണ്. ഇയാളാണ് സുരേഷ് ഗോപി, നമ്മുടെ തൃശൂർ ജില്ലയുടെ പ്രതിനിധി മന്ത്രി. എന്തൊക്കെയാണ് കാണിക്കണമെന്ന് അറിയില്ല. ഇടയ്ക്ക് ഇവിടെ മാത്രം നിറച്ചു, പിന്നെ ഇവിടെ മാത്രം നിറച്ചു. ചിലപ്പോൾ ഒറ്റയ്ക്ക് നടക്കും, ചിലപ്പോൾ ഒരു കൊടി പിടിച്ച് വെറുതെ നടക്കും. ഞാൻ ഇതുവരെ വിചാരിച്ചത് പൊട്ടന്മാരിൽ പൊട്ടൻ, സിനിമാ നടന്മാരിൽ ഭീമൻ രഘുവാണെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത് അയാൾ എത്ര വിചാരിച്ചാൽ അയാൾക്ക് വെള്ളി മെഡലേ കിട്ടുള്ളൂ, ഇയാൾക്കാണ് സ്വർണ്ണ മെഡൽ കിട്ടാൻ. ഇത്രയും പൊട്ടന്മാരായ കുറെ ആളുകൾ, ഇവരാണ് സുരേഷ് ഗോപിയും, ഇവരാണ് RSSും. 8.5 ചാക്ക് കുഴൽപ്പണമാണ് കൊടകരയിൽ. 8.5 ചാക്ക്. അത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ച് FIR ED കൊടുത്തിട്ട് 3 കൊല്ലവും 3 മാസമായി. 3 കൊല്ലവും 3 മാസമായി. ED കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കാനേ താല്പര്യമുള്ളൂ. കാമുകിയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. EDയുടെ കത്തെഴുതി വിളിക്കുകയാണ്, വരൂ പ്രിയെ പാർക്കിൽ പോകാം. RSSകാരനെ വിളിക്കാൻ എന്താ ധൈര്യമില്ലേ? ഞങ്ങൾ വിളിച്ചോടത്തൊക്കെ വന്നു. ഞങ്ങൾ 9-10 പ്രാവശ്യം ഞങ്ങളുടെ ജില്ലയിലെ നേതാക്കന്മാരൊക്കെ പോയി. MM വർഗീസ് ജില്ലാ സെക്രട്ടറി 6 പ്രാവശ്യം പോയി. വർഗീസ് DC ഓഫീസ് ഇറങ്ങുമ്പോൾ ഏഷ്യാനെറ്റ് MM വർഗീസിന്റെ മുഖം വാടിയിരിക്കുക. ED വിളിച്ചോടത്ത് പോകണമോ പോകണ്ടയോ എന്ന് മാനസിക സംഘർഷമാണ് കാരണം. ഇപ്പോൾ ഇറങ്ങും. അപ്പോൾ ഷാനി പ്രഭാകർ, നോക്കൂ, നിങ്ങളെ അത് കൃത്യമായി സംസാരിക്കും. മുഖം വാടിയതാണോ ചിരിക്കുന്നതാണോ എന്ന് പറയണം. അപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് അവതാരിക, വാടിയതാണ് ഷുവർ. ഇവിടെ നിന്ന് ഇറങ്ങി കാറി കയറി അവിടെ നടന്നു. ഏഷ്യാനെറ്റ് പുറകിൽ, എല്ലാ പത്രക്കാരും പുറകിൽ. അങ്ങനെ ലൈവ് പ്രോഗ്രാം. അങ്ങനെ EDയുടെ ഓഫീസിലെത്തി. MM വർഗീസ് ഇറങ്ങുന്നു. ED ഓഫീസിൽ കയറുന്നു. കടുത്ത പ്രഹരമുണ്ടാകുമെന്ന് തോന്നുന്നു. വർഗീസ് ആശങ്കയിലാണ്. ഒരു 7 മണിയാകുമ്പോൾ പുറത്തിറങ്ങി. അപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ, താൻ വാടിക്കരിഞ്ഞ മുഖം, ഭക്ഷണം കഴിക്കാത്ത ശരീരം, കടുത്ത പ്രയോഗം നടന്നുവെന്നാണ് തോന്നുന്നത്. ചോദ്യം ചെയ്യലിൽ വർഗീസ് വാടി വളർന്നു. വർഗീസിനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായി? കാലത്ത് ചെല്ലുമ്പോൾ 10 മണിക്ക് ചെല്ലുമ്പോൾ ചായ കുടിച്ചോന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല, എന്നാൽ പോയി കുടിച്ചിട്ട് വന്നോളാൻ പറയും. ഞാൻ പൊടിക്ക് ഒരു 12 മണിക്ക് ചെല്ലും. അപ്പോൾ പേരും അഡ്രസ്സും തന്നോളൂ എന്ന് പറയും. പേര് അഡ്രസ്സ് 3 പ്രാവശ്യം കൊടുത്താണ് വീണ്ടും കൊടുക്കും. അത് 1 മണിയാകുമ്പോൾ പറയും, ഊണ് കഴിച്ചില്ല, ഞങ്ങൾക്ക് മാത്രമുള്ള ചോറ എവിടെയുള്ളൂ, പുറത്ത് പോയി കഴിച്ചോളാൻ പറയും. അത് 1 മണി കഴിഞ്ഞ് 2 മണി കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിച്ചോളാൻ പറയും. 4 മണിക്ക് എണീക്കുമ്പോൾ പറയും, ഒന്നും കൂടി പോയി ഒരു മസാല ദോശയോ ചായ കുടിച്ചോളാൻ പറയും. അത് കഴിക്കും. 7 മണിയാകുമ്പോൾ പൊക്കോളാൻ പറയും. ആ EDക്ക് അറിയാമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരനെ വിളിക്കുന്നത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കാനാണ്. കമ്മ്യൂണിസ്റ്റുകാർ കള്ളന്മാരാണെന്ന് വരുത്താൻ. കമ്മ്യൂണിസ്റ്റുകാർ കള്ളന്മാർ. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണത്തിന്റെ കേന്ദ്രം, മാതാവിന്റെ തലയിൽ കിരീടം, പൂരം കലക്കൽ. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ തെറിവളഞ്ഞ് RSSനെ ജയിപ്പിക്കാൻ വേണ്ടി ED നടത്തിയ നാടകം. EDയുടെ മുമ്പിലേക്കാണ് 3 കൊല്ലവും 3 മാസം മുമ്പ് സുരേന്ദ്രന്റെ നാടകം ഞങ്ങൾ കൊടുത്തത്. പിടിച്ചോ? പിടിക്കില്ല. 549 കേസാണ് ഇതുവരെ ED അന്വേഷിച്ചത്. അതിൽ 547 പിടിക്കപ്പെട്ടത് പ്രതിപക്ഷ രാഷ്ട്രീയത്തെയാണ്. 2 പേരെയാണ് ഭരണകക്ഷി രാഷ്ട്രീയത്തെ. ആ 2 പേരെയും ഇതുവരെ പിടിച്ചില്ല. ചോദ്യം ചെയ്ത് വെറുതെ പിടിക്കുകയാണ് ചെയ്തത്. RSS കേന്ദ്ര ഗവൺമെന്റിനെയും പോലീസിനെയും നിയമത്തെയും ഉപയോഗിച്ച് പ്രിയപ്പെട്ടവരെ തകർക്കാൻ നോക്കും. കൊച്ചു കേരളം, അധിക വിഭവങ്ങളില്ല, ഏലമില്ല, കരയാമ്പൂ ജാതിപത്രയ്ക്ക് വിലയില്ല, കയറ്, കൈത്തറി, കള്ളുചെത്ത്, മത്സ്യബന്ധനത്തിൽ പണിയില്ല,
40 ലക്ഷത്തോളം മഞ്ഞ സംസ്ഥാന തൊഴിലാളികൾ, പ്രിയപ്പെട്ടവരെ, മാന്യമായി ജീവിക്കുന്നവരാണ് മലയാളി. മുണ്ടും ഷർട്ടും മുഷിഞ്ഞതല്ല, തേച്ചെടുക്കുന്നവരാണ്. എങ്ങനെ കേരളം മുന്നോട്ട് പോകണം? എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ. പണ്ട് ആണുങ്ങളുടെ കയ്യിൽ നല്ല മൊബൈൽ ഫോൺ, അവരുപയോഗിച്ച് ചീത്തയാകുമ്പോൾ ആ പെൺകുട്ടികൾ കൊടുക്കുക. അങ്ങനെയാണ്. പെൺകുട്ടികളുടെ കയ്യിൽ ചെറിയ മൊബൈൽ ഫോൺ, ആണുങ്ങളുടെ നല്ല മൊബൈൽ ഫോൺ. പിന്നെ അത് ആണുങ്ങളുടെ കയ്യിൽ നല്ല മൊബൈൽ ഫോൺ, അത് ചീത്തയാകുമ്പോൾ അതേ മൊബൈൽ ഫോൺ സ്ത്രീകൾ. ഇപ്പം എല്ലാവർക്കും മൊബൈൽ ഫോൺ. ഡിജിറ്റൽ യുഗമാണ്. ഡിജിറ്റൽ രോഗവുമുണ്ട് നമ്മുടെ നാട്ടിൽ. ആ ഡിജിറ്റൽ യുഗത്തിൽ പ്രിയപ്പെട്ടവരെല്ലാവരും ആലസ്യരാണ്. ദോശ ചുടാൻ പോലും മലയാളിക്ക് അറിയില്ല. ബംഗാളി ചുടുമ്പോൾ അടുപ്പിൻ്റെ അടുത്ത് പോയി നോക്കി നിൽക്കണം പിള്ളേ. ഇതെന്താണത്? ദോശയാണ് ചേട്ടാ. കുഴിമന്തി അവനുണ്ടാക്കും, പെട്രോൾ പമ്പിൽ അവൻ നിൽക്കും, കടലിൽ അവൻ പോകും, തെങ്ങിൻ്റെ കടം അവൻ കളയ്ക്കും, നെല്ലവൻ കൊയ്യും. മലയാളി നോക്കി നിൽക്കുന്നു. മലയാളി റിയൽ എസ്റ്റേറ്റ് മാത്രം. വേറൊരു പണിയില്ല. മേലീച്ച വന്ന ബംഗാളിക്ക് 500 കൊടുത്ത് പറയും, ഒന്നാട്ടു, കുറേ നേരമായിരിക്കുന്നു ഈച്ച. ഇതാണ് മലയാളി. ഒരു പണിയെടുക്കില്ല എന്ന് വെച്ചുവെച്ച് നിൽക്കുന്ന മലയാളി. ആ മലയാളി പ്രിയപ്പെട്ടവരെ എവിടേക്കാണ് പോകുന്നത്? ഒരു ടൗണിൽ 100-200 ആൾ വന്നാൽ 50 ആൾ വരുന്നത് പകുതി വെന്ത ചപ്പാത്തി മേടിക്കാനാണ്, 20 ആൾ വരുന്നത് മദ്യപിക്കാനാണ്, 10 ആൾ ലോട്ടറി എടുക്കാനാണ്, 10 ആൾ വരുന്നത് പ്രിയപ്പെട്ടവരെ 1 കിലോ പഞ്ചസാര മേടിക്കാനൊന്നും ആരും വരുന്നില്ല. കേരളത്തിന്റെ ഒരു മാർക്കറ്റിലും 100 ഗ്രാം പഞ്ചസാരയോ 1 കിലോ പഞ്ചസാരയോ മേടിക്കുന്നില്ല, ഒക്കെ 1 കിലോ ആണ്. മലയാളി ഒരു പ്രത്യേക ലോകത്തിൽ കൂടെ സഞ്ചരിക്കുകയാണ്. ഇതൊന്നും വേണ്ടാന്ന് ഏതെങ്കിലും ഗവൺമെന്റ് പറയാൻ പറ്റുമോ? ഒരു ഗവൺമെന്റിനും പറയാൻ പറ്റില്ല. ഗവൺമെന്റിന് ഈ ഭൗതിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അത്തരം ഒരു ബദൽ ഗവൺമെന്റാണ് ഇന്നത്തെ രണ്ടാമത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. പൂർണ്ണമായും മതനിരപേക്ഷമായ ഗവൺമെന്റ്, ഒരു മതത്തിന്റെയും അഴിഞ്ഞാട്ടം അനുവദിക്കാത്ത ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ സംരക്ഷിക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉദാത്തമായ കർത്തവ്യം. ആ ഗവൺമെന്റിനെ സംരക്ഷിച്ച് പുതിയൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ കൊണ്ടുവരണം. ആ പുതിയ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ 29 കൊല്ലക്കാലം കേരളം ഭരിച്ചവരാണ്. 57 മുതൽ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായതല്ലാതെ ഒരു സാധനം വേറെ ഉണ്ടായില്ല. അവസാനമായി ഉണ്ടായ ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ സാമൂഹ്യ രംഗത്തുള്ള എല്ലാ കുടുംബശ്രീയും CDSും എല്ലാം ഞങ്ങൾ ഉണ്ടാക്കി. എല്ലാത്തിനും എതിർത്തവരാ. മാവേലി സ്റ്റോർ കൊണ്ടുവന്നപ്പോൾ വാമന സ്റ്റോർ കൊണ്ടുവന്നവരാ നിങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുവാൻ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുവാൻ ഈ പ്രദേശം ചുക്ലിയിൽ കാലത്തും വൈകുന്നേരമായി കമ്മ്യൂണിസ്റ്റുകാരെ കശാപ്പ് ചെയ്ത് അഴിഞ്ഞാടുന്ന സംഘപരിവാറിന്റെ മുമ്പിൽ വിരിമാറ് കാണിച്ച് ഒളിച്ചു പോകാതെ പിന്മാറാതെ ആരടാ എന്ന് ചോദിച്ച മാമൻ വാസുവിന്റെ രക്തസാക്ഷി ദിനം ഹൃദയത്തോട് ചേർത്ത് വെച്ച് മാമൻ വാസുവിന്റെ ഈ ചുവന്ന പതാകയെ പ്രിയപ്പെട്ടവരെ കണ്ണൂരിന്റെയും കേരളത്തിന്റെയും പതാകയായി, ഏക പതാകയായി മാറ്റാൻ നിങ്ങൾക്കാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.